വെൽക്കം ബാക്ക്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വാർത്താ ദിനം തുടരുകയാണ്, രാവിലെ തുടരുകയാണ്. സജീവമായ ഒരു വാർത്താ ദിനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ എല്ലാം വാർത്തയുടെ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് നിലമ്പൂരാണ്. അപ്പോൾ നിലമ്പൂർ ഇനി വിധി എഴുതാൻ 9 ദിവസം മാത്രമാണ് ബാക്കി. പ്രചാരണം അതിൻ്റെ ആവേശം ഇങ്ങനെ കൊടുമുടി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ വിഷയങ്ങളും ഓരോ വിവാദങ്ങളുമായി സമ്പന്നമാണ് നിലമ്പൂർ മണ്ഡലം, അവിടുത്തെ രാഷ്ട്രീയം എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെ വിഷയങ്ങളാണ് അവിടെ ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്നത്, ഏത് തരത്തിലായിരിക്കാം ഓരോ മുന്നണിയും അവരുടെ പ്രചാരണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ നമുക്ക് വിശദമായി നോക്കണം. അതോടൊപ്പം നമുക്കറിയാം, കേരള തീരത്ത് വീണ്ടും ഒരു കപ്പൽ അപകടം കൂടി ഉണ്ടായ സാഹചര്യമാണ്. അതീവ ജാഗ്രതാ നിർദ്ദേശം കേരള തീരത്ത് നൽകിയിട്ടുണ്ട്. വളരെ വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന വിഷപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള കണ്ടെയ്നറുകളാണ് കപ്പലിൽ നിന്ന് കടലിൽ വീണിട്ടുള്ളത് എന്നതാണ് വലിയൊരു ആശങ്ക. അതോടൊപ്പം 4 പേരെ ഇനിയും കണ്ടെത്താനുണ്ട് കപ്പലിലെ എന്നതും അവിടെ ആശങ്കയായി തുടരുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കേരളത്തിൽ സംസ്ഥാനത്ത് മഴ കനക്കാൻ പോകുന്നു എന്ന വാർത്ത കൂടി നമുക്ക് മുന്നിലുണ്ട്. എല്ലാം വിശദമായി നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ജമാഅത്തെ ഇസ്ലാമി UDFന് പിന്തുണ പ്രഖ്യാപിച്ചതിനെ ചൊല്ലി നിലമ്പൂരിൽ രാഷ്ട്രീയ വിവാദം. UDF വർഗീയ ശക്തികളുടെ പിന്തുണ തേടുന്നുവെന്ന് CPM. ജമാഅത്തെ ഇസ്ലാമിയുമായി ഇടതുമുന്നണി ഒരു കാലത്തും സഹകരണം ഉണ്ടാക്കിയിട്ടില്ലെന്ന് MV ഗോവിന്ദൻ. മഴവിൽ സഖ്യത്തിന് ശ്രമമെന്നും സംസ്ഥാന സെക്രട്ടറി ന്യൂസ് 18നോട്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ യോജിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ശരിയാണ് എന്ന് കൂടുതൽ ബോധ്യപ്പെടുകയാണ്. CPM വിമർശനങ്ങൾക്ക് മറുതന്ത്രം മെനഞ്ഞ UDF. ഇടതുമുന്നണിക്ക് PDP നൽകുന്ന പിന്തുണ മറുപടി. പരസ്യ പ്രഖ്യാപനം തിരിച്ചടിയാകുമോ എന്ന UDFിൽ ആശങ്ക. കപ്പൽ പൊട്ടിത്തെറിയിൽ പരിക്കേറ്റ 2 പേരുടെ നില ഗുരുതരം. കാണാതായ 4 പേർക്കായി തെരച്ചിൽ. തീ അണയ്ക്കാൻ ശ്രമം തുടരുന്നു. കേരള തീരത്ത് ജാഗ്രത. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ. നിരോധനം 52 ദിവസം. പരമ്പരാഗത യാനങ്ങൾക്ക് വിലക്കില്ല. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 5 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. നാളെയും മറ്റന്നാളും മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ കനക്കും. ADGP MR അജിത് കുമാറിന് നിർണായകം. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി കോടതിയിൽ. ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് വിജിലൻസ് കോടതി സ്വീകരിക്കുമോ എന്ന് ഇന്നറിയാം. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ നിയോഗിച്ച സർവകക്ഷി സംഘം ഇന്ന് മടങ്ങിയെത്തും. വൈകിട്ട് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച. ശശി തരൂരിനെതിരെ നടപടി ആവശ്യപ്പെടുന്നതിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം. അമേരിക്കയിൽ കുടിയേറ്റ നിയന്ത്രണങ്ങളെ ചൊല്ലിയുള്ള ബഹുജന പ്രതിഷേധം തുടരുന്നു. കൂടുതൽ സേനയെ വിന്യസിച്ചു ട്രംപ്. സാൻ ഫ്രാൻസിസ്കോയിൽ 60 പേർ അറസ്റ്റിൽ. പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ലോകരാജ്യങ്ങൾ. നിലമ്പൂരിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. നിലമ്പൂർ വിധി എഴുതാൻ ഇനി 9 നാൾ. അപ്പോൾ നിലമ്പൂരിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇവിടെ ഈ ഫ്ലോറിൽ നിന്നല്ലല്ലോ, നിലമ്പൂരിൽ നിന്ന് തന്നെയല്ലേ, അവിടുത്തെ പൾസ് അറിഞ്ഞുകൊണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ടീം അവിടെ സജ്ജമായിരിക്കുകയാണ്. മഞ്ജുഷ് ഗോപാലും അതോടൊപ്പം VV അരുണും CV അനുമോദും അവിടെ നിന്ന് സ്പെഷ്യൽ ഷോയുമായി രാവിലെയിൽ ചേരുകയാണ്. മഞ്ജുഷ്, വെരി ഗുഡ് മോർണിംഗ്. ഓരോ ദിവസവും ഓരോ വിഷയങ്ങളാൽ സമ്പന്നമാണ് നിലമ്പൂർ രാഷ്ട്രീയമെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ന് ഈ മഴവിൽ സഖ്യം എന്നുള്ള ഒരു വലിയ ആയുധം ആവനാഴിയിൽ നിന്നെടുത്ത് അതൊരു പ്രചാരണത്തിൽ വലിയ വിഷയമാക്കാൻ ഒരുങ്ങുകയാണ് LDF. അതിന് UDF മറുതന്ത്രം എങ്ങനെ മെനയും എന്നുള്ളതൊക്കെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. അവിടെ നിന്നുള്ള ഷോയിലേക്ക്.
ആര്യ പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ നിലമ്പൂരിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 3-4 വിഷയങ്ങളാണ് ഇതിനകം നിലമ്പൂർ മണ്ഡലത്തിൽ ചർച്ചയായിരുന്നത്. ഏറ്റവും ഒടുവിൽ വഴിക്കടവ് ദുരന്തമായിരുന്നു. 15 വയസ്സുകാരന്റെ മരണം, അത് പന്നിക്കിടയിൽ നിന്ന് ഷോക്കേറ്റുള്ള മരണം, അതായിരുന്നു ഇന്നലെയും മിനിയാന്ന് രാത്രി സമയങ്ങളിലുമൊക്കെ വലിയ ചർച്ചയായത്. ഇന്ന് പക്ഷേ മറ്റൊരു വിഷയം ഇവിടെ ഉയർന്നു വരികയാണ്. അത് നേരത്തെ തന്നെ LDF അങ്ങനെ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് വന്നതാണ്. പക്ഷേ അതിന് ഒരു തെളിവ് ഇല്ലായിരുന്നു. അതായത് എല്ലാ വർഗീയ ശക്തികളുമായിട്ട് UDF കൂട്ടുകൂടും LDFനെ തോൽപ്പിക്കുവാൻ വേണ്ടി. ഇത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ പ്രചാരണ രംഗത്ത് LDF കൊണ്ടുവന്നതാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരത്തെ ഈ സൂചനകൾ നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ UDF അക്കാര്യത്തിൽ ഒരു വെട്ടിൽ വീണിരിക്കുകയാണ്. അതിന് കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടി ഇന്നലെ പരസ്യമായി UDFന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് UDF കേന്ദ്രങ്ങൾ ഏത് രീതിയിൽ എടുക്കുമെന്നാണ് ഇനി കാണേണ്ടത്. ഒരു വർഗീയ ശക്തികളുടെയും വോട്ട് വേണ്ട എന്നുള്ളത് UDFന്റെയും പ്രഖ്യാപിത നിലപാടാണ്. പക്ഷേ ഒളിഞ്ഞും തെളിഞ്ഞും പല സമയത്തും വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ വോട്ടുകൾ സമാഹരിക്കുവാൻ എല്ലാ മുന്നണികളും ശ്രമിച്ചിട്ടുള്ളതാണ്. അതിൽ UDF LDF എന്നുള്ള വ്യത്യാസമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDFന് പരസ്യമായി പ്രഖ്യാപിച്ചതോടുകൂടി അതിനുള്ള മറുപടി UDF നൽകേണ്ടി വന്നിരിക്കുകയാണ്. അതായത് ഈ വോട്ടുകൾ, വെൽഫെയർ പാർട്ടിയുടെ വോട്ടുകൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ UDF സ്വീകരിക്കുമോ ഇല്ലയോ, അത് വേണ്ട എന്ന് പരസ്യമായി പറയുവാൻ UDFന് കഴിയുമോ എന്നുള്ള ചോദ്യം ഇതിനകം തന്നെ LDF ഉന്നയിച്ചു കഴിഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി ഞാൻ നേരിട്ട് സംസാരിച്ചിരുന്നു. ഇതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഒരു മഴവിൽ സഖ്യം രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു നിലമ്പൂർ മണ്ഡലത്തിൽ എന്നാണ്. അത് ഏത് വർഗീയ ശക്തിയുടെയും വോട്ടുകൾ നേടിക്കൊണ്ട് LDFനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മഹാസഖ്യമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് LDFന്റെ ആരോപണം. അത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു കഴിഞ്ഞു. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDFന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു MV ഗോവിന്ദന്റെ ഈ പ്രതികരണം. MV ഗോവിന്ദന്റെ വാക്കുകൾ കേൾക്കാം. വെൽഫെയർ പാർട്ടി പരസ്യമായിട്ടുള്ള പിന്തുണ UDFന് നൽകുകയാണ്. അത് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ LDF സർക്കാരിനെതിരെയുള്ള ഒരു വികാരമുണ്ട്, അതുകൊണ്ട് അത് UDFന് അനുകൂലമായി അത് വോട്ടാക്കണം എന്നുള്ളതാണ്. എന്താണ് അതിനുള്ള പ്രതികരണം? അത് ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് അതിനെ കാണേണ്ട കാര്യമില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും 17 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, രണ്ടിലും 17-18 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ UDFൻ്റെ ഏറ്റവും പ്രമുഖമായ സഖ്യകക്ഷിയെപ്പോലെയാണ് ജമാഅത്തെ ഇസ്ലാമിയും SDP-യും പ്രവർത്തിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് തുടരുന്നത്. ഇവിടെയും അതുതന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഞാനത് മുൻകൂട്ടി തന്നെ പറഞ്ഞ കാര്യമാണ്. മറവിൽ സഖ്യം പോലെ ഒരു സഖ്യം രൂപപ്പെടുകയാണ്. എല്ലാ വർഗീയ ശക്തിയും, ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും എല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു അന്തർധാര പോലെ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ, ഇടതുപക്ഷ ജനാധിപത്യ വിരുദ്ധ നിലപാടെടുത്ത് സ്ഥാനപ്പെടുത്തി UDFന് അനുകൂലമായിട്ട് നിൽക്കുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ സഖ്യകക്ഷിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മുൻപ് LDFും സ്വീകരിച്ചിട്ടുള്ളതല്ലേ? വെൽഫെയർ പാർട്ടി തൊട്ടുകൂടാത്ത പാർട്ടി എന്നുള്ളതുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് സഹകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന നില ഉണ്ടായിട്ടേ ഇല്ല. അവർ അന്ന് ഞങ്ങൾ ഓരോ മണ്ഡലം നോക്കിയിട്ടാണ് സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചില മണ്ഡലം പ്രഖ്യാപിക്കാറുണ്ട്. ആ പ്രഖ്യാപിക്കുന്നത് അവരുടെ താല്പര്യം വെച്ചുകൊണ്ട് മാത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിൻ്റെ നിലപാടുകൾക്കെതിരായ സമീപനം തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഇവിടെയും വെൽഫെയർ പാർട്ടി UDFന് ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്തതാണ്, അല്ലാതെ UDF അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെടേണ്ട കാര്യമില്ല, ആവശ്യപ്പെടാണ്ട് തന്നെയാണ് നൽകുന്നത്. ഇത് തന്നെയല്ലേ അന്തർധാര ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ യോജിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ശരിയാണ് എന്ന് കൂടുതൽ ബോധ്യപ്പെടുകയാണ്. അത്രയേ ഉള്ളൂ. ഇതാണ് MV ഗോവിന്ദന്റെ വാക്കുകൾ. MV ഗോവിന്ദൻ പറഞ്ഞതിൽ നിന്ന് LDF ഏത് രീതിയിലാണ് ഈ വിഷയത്തെ എടുക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അവിടെ ഉയർത്തുന്ന ചോദ്യങ്ങൾ LDFന് നേരെയും ഉണ്ടാവും. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കിട്ടിയിട്ടുള്ളതാണ്. LDFന് 2009 18 ലോക്സഭാ മണ്ഡലങ്ങൾ തെരഞ്ഞുപിടിച്ച് ആ 18 മണ്ഡലങ്ങളിൽ LDFന് പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 124 നിയോജക മണ്ഡലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ LDFന് കിട്ടിയിട്ടുള്ളതാണ്. 2019 ആയപ്പോഴേക്കായിരുന്നു നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്താതിരിക്കുന്നതിനു വേണ്ടി വെൽഫെയർ പാർട്ടി
UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചത്. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒളിഞ്ഞും തെളിഞ്ഞും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF-ന് കിട്ടിക്കൊണ്ടിരിക്കുന്നും ഉണ്ട്. അപ്പോൾ LDF ഇത് ഉന്നയിക്കുമ്പോൾ അതിൽ MV ഗോവിന്ദൻ പറയുന്നു ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കിട്ടിയിട്ടില്ല എന്ന്. പക്ഷേ അത് വാസ്തവമല്ല. അത്തരത്തിലുള്ള പിന്തുണ LDF-നും കിട്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ UDF ആണ് പ്രതിരോധത്തിലായിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു നിലപാട് പറയേണ്ടി വരും. ഇന്നലെ രാത്രി കോൺഗ്രസിന്റെ പല നേതാക്കളുമായിട്ടും സംസാരിച്ചിരുന്നു. പക്ഷേ അവർ ഇക്കാര്യത്തിൽ കൂടിയാലോചിച്ചതിന് ശേഷം ഒരു നിലപാട് പറയാം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആദ്യ ചോദ്യം വരുന്നത് ജമാഅത്തെ ഇസ്ലാമി, അതായത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF-ന് കിട്ടിയതിനെ കുറിച്ചാണ്. അതിനുള്ള മറുപടി എന്തായാലും UDF കേന്ദ്രങ്ങൾ നൽകും. KPCC പ്രസിഡന്റിനോടും ഇക്കാര്യം ചോദിച്ചിരുന്നു. സണ്ണി ജോസഫും പറഞ്ഞത് കൂടിയാലോചിച്ച ശേഷം ഒരു മറുപടി എന്നുള്ളതാണ്. അപ്പോൾ KPCC പ്രസിഡന്റിൽ നിന്നും ഒരു പ്രതികരണം ഇന്ന് പ്രതീക്ഷിക്കുകയാണ്. വർക്കിംഗ് പ്രസിഡന്റുമാരും ഇക്കാര്യത്തിൽ പ്രതികരണം അറിയിച്ചിട്ടില്ല. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. വലിയ രീതിയിൽ LDF ഉന്നയിക്കാൻ പോകുന്ന ഒരു വിഷയമാണ്. പിന്നെ വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചതിനെ കുറിച്ച് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. എന്താണ് വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ കൊടുക്കുവാനുള്ള കാരണമെന്ന്? ഈ വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF-ന് ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന LDF-ന്റെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാരിനെതിരായ ജനവിധിയാകും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പിന് അതുകൊണ്ട് തന്നെ വെൽഫെയർ പാർട്ടി UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യും. ഈ നാട് നിലമ്പൂർ മണ്ഡലം അത്തരമൊരു വിധിയെഴുത്തിന് സന്നദ്ധമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇവിടെ കേരള ഗവൺമെന്റിനെതിരായ ഒരു വിധിയെഴുത്താകണം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അത്തരം വിധിയെഴുത്തിന് വഴിയൊരുക്കണമെങ്കിൽ UDF വിജയിക്കണം. കേരള മുഖ്യമന്ത്രി നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ ഈ സർക്കാരിനെതിരായ ഒരു ശക്തമായ തിരിച്ചടി ഉണ്ടാകണമെങ്കിൽ ഇവിടെ LDF-ഉം UDF-ഉമാണ് മത്സരം. ആ ഘട്ടത്തിൽ UDF-നെ പിന്തുണച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ് ആ ഒരു നീക്കത്തിന് പാർട്ടി തയ്യാറായത്. ഇതാണ് വെൽഫെയർ പാർട്ടിയുടെ നിലപാട്. എന്തുകൊണ്ടാണ് UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചത് എന്ന കാര്യം വിശദീകരിക്കുകയായിരുന്നു വെൽഫെയർ പാർട്ടി. അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. UDF-ന് LDF-നെതിരെ പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധം കൂടി വന്നിട്ടുണ്ട്. അത് PDP-യുടെ പിന്തുണ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF-നാണ് എന്നുള്ള പ്രഖ്യാപനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ചോദ്യത്തിന് ഉത്തരമായിട്ട് UDF നേതാക്കൾ പറയുക PDP-യുടെ പിന്തുണ LDF വാങ്ങിയിട്ടുണ്ടല്ലോ എന്നാണ്. അവിടെ LDF പറയാൻ പോകുന്നത് ഞങ്ങൾ ആരുടെയും പിന്തുണ ചോദിച്ചു വാങ്ങിയിട്ടില്ല എന്നാണ്. അപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയും ഇങ്ങോട്ട് തന്നതാണല്ലോ എന്നുള്ള മറുപടി UDF കേന്ദ്രങ്ങൾ നൽകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഇത്തരം പാർട്ടികളുടെ ഇത്തരം മതസംഘടനകളുടെയും പാർട്ടികളുടെയും പിന്തുണ കിട്ടുന്ന കാര്യത്തിൽ UDF-ന്റെയും LDF-ന്റെയും നിലപാടുകൾ ഈ രീതിയിൽ വരും. ഇപ്പോൾ ആര്യാടൻ ഷൌക്കത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങുവാനുള്ള തിരക്കിലാണ്. അദ്ദേഹത്തോട് തന്നെ ഈ വിഷയത്തിൽ എന്താണ് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെപ്പറ്റി UDF-ന് പറയാനുള്ളത് എന്നുള്ള ആദ്യ പ്രതികരണം അറിയുവാൻ ശ്രമിക്കുകയാണ്. ഇതുവരെ UDF കേന്ദ്രങ്ങൾ ഔദ്യോഗികമായിട്ട് ഇതേക്കുറിച്ചുള്ള ഒരു പ്രതികരണം നൽകിയിട്ടില്ല. എന്തായാലും ആര്യാടൻ ഷൌക്കത്ത് ഈ വിഷയത്തിൽ പ്രതികരിക്കും എന്ന് കരുതാം. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങുകയാണ് ഇപ്പോൾ. ഞാനേ ഒന്ന് മാർക്കറ്റിൽ പോയിട്ട് ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF-ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു പ്രതികരണം ഒന്ന് പറഞ്ഞില്ല. പ്രതികരിക്കേണ്ട സംഗതി കാര്യമില്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ 9 വർഷത്തെ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള അതേപോലെ തന്നെ ദേശീയ തലത്തിൽ ഫാസിസത്തിനെതിരെയുള്ള ഒരു വലിയ പോരാട്ടം നടക്കുക. അതിന്റെ ഭാഗമായിട്ട് പരമാവധി ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള ഒരു സംഗതി. MV ഗോവിന്ദൻ പറയുന്നത് ഒരു മഴവിൽ സഖ്യമായി മാറിയിരിക്കുന്നതെന്നാണ്. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അത് എന്റെ നേതാക്കന്മാർ ആ കാര്യത്തെക്കുറിച്ച് പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന 9 വർഷത്തെ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള ഒരു വലിയ പോരാട്ടം നടക്കുകയാണ്. അപ്പൊ അതില് പരമാവധി ആളുകളെ പിന്തുണ സ്വരൂപിക്കുക.
ഇതാണ് UDF കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആദ്യ പ്രതികരണം. ആര്യാടൻ ഷൌക്കത്തിന്റെ പ്രതികരണമാണ് ഇത്. LDF സർക്കാരിനെതിരെയുള്ള ഒരു ജനവിധി എന്ന രീതിയിൽ ആരുടെയും വോട്ടുകൾ നേടാം എന്നുള്ളതാണ്. പക്ഷേ ഇതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തമായ രീതിയിലുള്ള മറുപടി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുകയാണ്, ലീഗിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ ആര്യാടൻ ഷൌക്കത്ത് തന്റെ നിലപാട് ഇതാണ്, മറ്റു കാര്യങ്ങൾ നേതാക്കൾ പറയുമെന്നാണ്. ഇപ്പോൾ അനുമോദ് കൂടി ചേരുകയാണ്. അനുമോദ്, ലീഗ് ഈ വിഷയത്തിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്ന കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാട് UDF-ലുണ്ട്. പക്ഷേ ലീഗിന് ഇക്കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുവാനുള്ള സാധ്യതയില്ലല്ലോ. പക്ഷേ ലീഗിന്റെ ഔദ്യോഗികമായ പ്രതികരണം ഏത് രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത്? ഈ ഒരു വിഷയത്തിൽ UDF-ന് പ്രതികരണം ഉണ്ടാവുക സ്വാഭാവികമായിട്ടും PDP LDF-ന് നൽകിയ ആ പിന്തുണ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും. അതായത് PDP-യുടെ പിന്തുണ LDF-ന് കിട്ടുമ്പോൾ അത് വർഗീയമല്ല എന്ന് LDF പറയുകയും ജമാഅത്തെ ഇസ്ലാമി UDF-നൊപ്പം നിൽക്കുമ്പോൾ അത് മാത്രം വർഗീയം എന്ന് പറയുകയും ആ തരത്തിലാണ് UDF ഇതിനെ പ്രതിരോധിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ലീഗ് നേതാക്കളുമായിട്ടും കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുമ്പോൾ അവരെല്ലാം തന്നെ അനൌദ്യോഗികമായിട്ട് നൽകുന്ന ഒരു പ്രതികരണം ഇത്തരത്തിൽ തന്നെ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നിലമ്പൂർ മണ്ഡലത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത് ഈ വെൽഫെയർ പാർട്ടി പിന്തുണ UDF-ന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുമെന്നുള്ളതാണ്. നിലമ്പൂരിൽ അവർക്ക് ഏകദേശം ഒരു 2500-3000 വോട്ടുകളാണ് ഉള്ളത്. അത് കാലങ്ങളായിട്ട് ആര്യടൻ മുഹമ്മദിന് കിട്ടാത്തൊരു വോട്ടാണ്. സ്വാഭാവികമായിട്ടും ആര്യടൻ മുഹമ്മദിന്റെ സമീപനം, ജമാഅത്തെ ഇസ്ലാമിയുള്ള സമീപനം നമുക്കറിയാം. വലിയ വിമർശനങ്ങൾ അദ്ദേഹം ഇപ്പോഴും തുറന്നുന്നയിക്കുന്ന ശൈലിയിലാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് അദ്ദേഹത്തിന് കിട്ടുമായിരുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയെ തുറന്നെതിർക്കുന്നതുകൊണ്ട് മറ്റ് മുസ്ലിം സംഘടനകളുടെ വോട്ടുകൾ ആര്യടൻ മുഹമ്മദിന് ഉറപ്പാക്കാനും കഴിഞ്ഞിരുന്നു. ഇപ്പോൾ സമസ്തയുടെ ഒരു വിഭാഗം ശക്തമായിട്ട്, അത് സമസ്തയിലെ ലീഗ് വിരുദ്ധർ എന്നൊക്കെ പറയാം, അതിനെ അവരുടെ ഒരു നിലപാടുണ്ട്. ഇത്തരത്തിലുള്ള സംഘടനകളുടെ ജമാഅത്തെ ഇസ്ലാമിയുടെയും അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുടെയും SDP-യുടെയും ഒന്നും വോട്ടുകൾ അവർക്ക് മുന്നിൽ വഴങ്ങരുത് ലീഗ് എന്നുള്ള കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു എതിർപ്പ് ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് തന്നെ ലീഗിന് ഇതിനകത്ത് കുഴപ്പമില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ നിലപാട് സ്വീകരിച്ചത് കൊണ്ട് എന്നുള്ള പരസ്യ പ്രഖ്യാപനം പറ്റില്ല എന്തായാലും. പക്ഷേ ആരുടെയും വോട്ടുകൾ നേടും, ആരുടെയും വോട്ടുകൾ സ്വീകരിക്കും എന്നുള്ള നിലപാട്, അതായത് LDF സർക്കാരിനെതിരെ ആരുടെയും വോട്ടുകൾ സ്വീകരിക്കപ്പെടും എന്നുള്ള നിലപാട് ഒഴുക്കൻ രീതിയിൽ സ്വീകരിക്കുവാനുള്ള സാധ്യത കൂടുതലുള്ളത്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കൾ ഇന്നലെ സംസാരിക്കുമ്പോൾ പരസ്യമായി പറഞ്ഞില്ല എങ്കിലും അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ വെൽഫെയർ പാർട്ടി ഇത്തരമൊരു പരസ്യമായ പിന്തുണ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവരുടെ വോട്ടുകൾ സ്വീകരിക്കും എന്നുള്ളത് അറിയാവുന്ന കാര്യമാണല്ലോ, ആരുടെയും വോട്ടുകൾ സ്വീകരിക്കുമെന്നുള്ളത്. പക്ഷേ ഈ പരസ്യമായിട്ട് ഒരു പ്രഖ്യാപനം നടത്തിയതോടുകൂടി അതൊരു പ്രതിരോധത്തിലായിട്ടുണ്ട് ഇക്കാര്യത്തിലൊരു നിലപാട് പറയുന്നതിന് വേണ്ടിയില്ലേ? തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ അങ്ങോട്ട് പോയി വോട്ട് ചോദിച്ചിട്ടില്ല എന്നൊരു ന്യായീകരണം മാത്രമേ ഇതിൽ കൃത്യമായിട്ട് UDF-ന് മുന്നോട്ട് വയ്ക്കാനുണ്ടാവുകയുള്ളൂ. ഇതിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് UDF തന്നെയാണ്. വെൽഫെയർ പാർട്ടി പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചതോടെ UDF ശരിക്ക് പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇത്തരത്തിലാണ്. അതായത് കാലങ്ങളായിട്ട് ആര്യാടൻ മുഹമ്മദിന് അല്ലെങ്കിൽ UDF-ന് അനുകൂലമായി കിട്ടുന്ന മുസ്ലിം മതവിഭാഗത്തിലെ സുന്നി വോട്ടുകൾ അല്ലെങ്കിൽ ഏത് വിഭാഗങ്ങളിലെന്നാലും മുസ്ലിം വോട്ടുകൾ അത് ജമാഅത്തിന്റെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോടെ അവിടെ മുഴുവൻ ലഭിക്കാതിരിക്കും. അതായത് 65,000-70,000 വോട്ടുകളോളം ഈ മുസ്ലിം വിഭാഗത്തിനുണ്ട്, ഈ സമുദായങ്ങൾക്കുണ്ട്. കേവലം 2500 വോട്ട് ജമാഅത്തെ ഇസ്ലാമിന് കിട്ടുമ്പോൾ അവിടെ സ്പ്ലിറ്റായി പോകുന്നത് 60,000-ലേറെ വോട്ടുകളുടെ ഒരു സാധ്യതയാണ്. അത് തീർച്ചയായിട്ടും UDF-ന് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നുള്ളത് ഒരു പരസ്യ പ്രഖ്യാപനം വെൽഫെയർ പാർട്ടി നടത്തിയിരിക്കുന്ന UDF-നെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഇന്ന് സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഇക്കാര്യത്തിൽ പ്രതികരണം അറിയിച്ചേ പറ്റൂ. അത്തരമൊരു പ്രതികരണം പ്രതീക്ഷിക്കുന്നു. ലീഗ് നേതാക്കളുടെ പ്രതികരണവും ഈ വിഷയത്തിൽ തേടുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ PDP-യുടെ പിന്തുണ ഇവിടെ LDF-ന് കിട്ടിയിട്ടുണ്ട്. ആ വിഷയം ആയുധമാക്കും സ്വാഭാവികമായിട്ടും UDF. ആദ്യം പറയുക PDP പോലെയുള്ള സംഘടനകളുടെ വോട്ടുകൾ വേണ്ട എന്നുള്ള കാര്യം LDF പറയുമോ എന്നുള്ള കാര്യമാണ്. PDP-യുടെ ഒരു പ്രതികരണം കൂടി കേൾക്കാം. എന്തിന് LDF-ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകി എന്നതിനെക്കുറിച്ച്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ LDF-ന് പിന്തുണ നൽകി വരികയാണ്. അങ്ങനെ ഒരു നിലപാടെടുക്കാനുള്ള കാരണം രാജ്യത്തെ മഹാവിപത്തായ ഫാസിസം, ആ ഫാസിസത്തിനെതിരെ സന്ധിയില്ലാത്ത നിലപാട് എടുത്തു വരുന്നത് LDF. അതുകൊണ്ട് കഴിഞ്ഞ കാലാകാലങ്ങളിലായി 2001 ജനറൽ ഇലക്ഷൻ ഒഴിച്ച് ബാക്കി തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ PDP-യുടെ പിന്തുണ LDF-നാണ്. രാജ്യത്തെ ഫാസിസത്തിനെതിരെ ശക്തമായ നിലപാടാണ് PDP, സാമ്രാജ്യത്വത്തിനെതിരെ. ആ രണ്ട് നിലപാടും ഇന്ന് കേരളത്തിൽ കൈക്കൊണ്ടുവരുന്ന മുന്നണി എന്ന് പറയുന്നത് LDF-ആണ്. അത് കാരണം ഈ ഉപതെരഞ്ഞെടുപ്പിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും PDP-യുടെ പിന്തുണ LDF-ന് തന്നെയാണ്, അത് തുടരുകയാണ്.
ഇതാണ് എന്തുകൊണ്ട് PDP LDFന് നിലമ്പൂരിൽ പിന്തുണ നൽകുന്നു എന്നതിനെക്കുറിച്ച് PDP കേന്ദ്രങ്ങളുടെ വിശദീകരണം. അപ്പോൾ എന്തായാലും ഈ വിഷയം തിരിച്ച് UDF ഉന്നയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെയുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നേരത്തെ LDF സ്വീകരിച്ചിട്ടുള്ളതാണല്ലോ, അത് മുഖ്യമന്ത്രി പോലും നേരിട്ട് പോയി ചർച്ച നടത്തിയിട്ടുള്ളതാണല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ UDF സ്വാഭാവികമായും ഉന്നയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ UDFന്റെ ഒരു പ്രഖ്യാപിത നിലപാടുണ്ട്, വർഗീയ ശക്തികളുടെ വോട്ടുകൾ സ്വീകരിക്കുകയില്ല എന്നുള്ള കാര്യം. ആ കാര്യത്തിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം, വെള്ളം ചേർത്തിട്ടില്ലേ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും UDFനെതിരെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരും വെൽഫെയർ പാർട്ടിയുടെ ഈ പ്രഖ്യാപനത്തോടെ അതിനുള്ള മറുപടിയായിരിക്കും ഇന്ന് പ്രതീക്ഷിക്കേണ്ടത്. അതിനുള്ള മറുപടി ഇന്ന് കിട്ടുകയും ചെയ്യും. അത് VD സതീശനിൽ നിന്നും സണ്ണി ജോസഫിൽ നിന്നും മുതിർന്ന നേതാക്കളിൽ നിന്നും കിട്ടുക തന്നെ ചെയ്യും. മുൻപ് അറിയാവുന്നതാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDPയുടെ പിന്തുണ പരസ്യമായിട്ട് UDFന് പ്രഖ്യാപിച്ച സമയത്ത് അവസാന നിമിഷമാണ് VD സതീശൻ പറഞ്ഞത്, വേണ്ട, SDPയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള കാര്യം. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ആദ്യം പറഞ്ഞിരുന്നത് ഏത് ശക്തികളുടെയും വോട്ടുകൾ വേണം. അത് അന്ന് പറഞ്ഞത് സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടത്തിൽ ഏത് ശക്തിയുടെയും, മോദിയെ താഴെയിറക്കാൻ ഏത് ശക്തിയുടെയും ആരുടെയും വോട്ട് ഞങ്ങൾ സ്വീകരിക്കുമെന്നാണ്. പക്ഷേ അവസാന നിമിഷം വേണ്ട, SDPയുടെ വോട്ടുകൾ, വർഗീയ ശക്തികളുടെ വോട്ടുകൾ വേണ്ട, ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ് എന്ന നിലപാടായിരുന്നു അന്ന് UDF സ്വീകരിച്ചത്. അതേ നിലപാട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുമോ എന്നുള്ളതാണ് അറിയുവാനുള്ളത്. ഇനി മറ്റു പല കാര്യങ്ങളും നിലമ്പൂരിൽ നിന്നുണ്ട്. പ്രമുഖ നേതാക്കളൊക്കെ നിലമ്പൂരിലേക്ക് ഇന്നും എത്തുന്നുണ്ട്. അടുത്ത ദിവസമാണ് മുഖ്യമന്ത്രി വരാൻ പോകുന്നത്. അനുമോദ്, ആരൊക്കെ, ഏതൊക്കെ പ്രധാന പരിപാടികൾ ഇന്ന് നിലമ്പൂർ പ്രചാരണത്തിൽ ഉണ്ട്? വഴിക്കടവ് സംഭവം അത് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ തണുപ്പിക്കുവാൻ LDFന് കഴിഞ്ഞിട്ടുണ്ടോ? UDF ആ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ട് വരുമോ? അതോ ഇപ്പോൾ ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ അത് ഉയർത്തിക്കാട്ടുവാനായിരിക്കുമോ ഇന്ന് LDF കേന്ദ്രങ്ങൾ ശ്രമിക്കുക? മഞ്ജുഷ, വഴിക്കടവ് സംഭവം ഇന്നിനി LDF കാര്യമായിട്ട് ചർച്ച ചെയ്യില്ല എന്ന് തന്നെ വേണം കരുതുവാൻ. കാരണം ഇന്നലെ തന്നെ MV ഗോവിന്ദൻ ഇക്കാര്യത്തിലുള്ള പാർട്ടിയുടെ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മഴവിൽ സഖ്യം എന്ന ഗുരുതരമായ ഒരു ആക്ഷേപം അദ്ദേഹം രാഷ്ട്രീയമായിട്ട് ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും LDFന്റെ പ്രചരണം ഇന്ന് അതിന്റെ ചുവട് പിടിച്ച് തന്നെയായിരിക്കും ഉണ്ടാവുക. അതിനെ പ്രതിരോധിക്കാൻ UDFനെ സംബന്ധിച്ച് ഇന്ന് PDP പിന്തുണ ആ വിഷയം ഉയർത്തിക്കാണിച്ചായിരിക്കും LDFനെ PDP നൽകുന്ന പിന്തുണ അവരുടെ പ്രഖ്യാപനം ഉയർത്തിക്കാണിച്ചായിരിക്കും അതിന്റെ ഇന്നത്തെ ദിവസം മുഖ്യമായിട്ടും ഈ നിലമ്പൂരിൽ ചർച്ചയാകുന്ന വിഷയം ഇതുതന്നെയാകും. ഇത് ഇന്നത്തെ ഒരു ദിവസം മാത്രമല്ല, ഇനിയിപ്പോൾ നേതാക്കന്മാരുടെ വലിയ പ്രവാഹമാണ് നിലമ്പൂരിലേക്കുള്ളത്. ഇന്ന് തന്നെ 8 മന്ത്രിമാരോളം പങ്കെടുക്കുന്നുണ്ട്. അതിൽ V അബ്ദുറഹ്മാനുണ്ട്, P രാജീവുണ്ട്, അത് V ശിവൻകുട്ടിയുണ്ട്, അത്തരത്തിൽ KV ഗണേഷ് കുമാറുണ്ട്. അത്തരത്തിൽ മന്ത്രിസഭയിലെ എല്ലാവരും എന്ന് തന്നെ പറയാം നിലമ്പൂരിൽ ഈ ദിവസങ്ങളിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വിഷയം രാഷ്ട്രീയത്തിനപ്പുറം വികസനം എന്ന മുദ്രാവാക്യം മുന്നിൽ നിർത്തി LDF പ്രചാരണം നടത്തും. ഒപ്പം രാഷ്ട്രീയമായിട്ട് വെൽഫെയർ പാർട്ടി UDFന് നൽകിയ ഈ പിന്തുണയും അവർ വലിയ തോതിൽ ചർച്ചയാക്കും. അതിനപ്പുറം വലിയ വിവാദങ്ങളിലേക്ക് ഇപ്പോൾ സർക്കാർ പോകുമെന്ന് കരുതാനാകില്ല. മറുവശത്ത് UDFന്റെ ഭാഗത്ത് നിന്ന് മുസ്ലിം ലീഗ് നേതാക്കളാണ് ഇന്ന് നിലമ്പൂരിലെ വിവിധ ഇടങ്ങളിൽ പ്രചരണത്തിൽ സജീവമാകുന്നത്. മുനവള്ളി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ PMA സലാമും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ഇന്ന് വിവിധ ഇടങ്ങളിൽ പ്രചാരണങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. UDFന്റെ മുതിർന്ന നേതാക്കളും K മുരളീധരൻ അടക്കമുള്ളവർ നിലമ്പൂരിൽ ഉണ്ട്. അത്തരത്തിൽ വലിയ നേതാക്കളുടെ വലിയ ഒരു നിര തന്നെ LDFന്റെയും UDFന്റെയും ഭാഗത്ത് നിന്ന് നിലമ്പൂരിന്റെ മുക്കിലും മൂലയിലുമെത്തി പ്രചരണത്തിൽ സജീവമാകുന്നുണ്ട്. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും ഇന്ന് നിലമ്പൂരിലുണ്ട്. ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യം വെൽഫെയർ പാർട്ടിയുടെയും PDPയുടെയും പിന്തുണ സംബന്ധിച്ച് ഇരു മുന്നണികളും ഒപ്പം BJPയും എടുക്കുന്ന നിലപാട്, ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ തന്നെ എങ്ങനെ ഇതിനെ ഈ ഒരു സമയത്ത് പ്രചരണത്തിൽ ന്യായീകരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഈ നിലമ്പൂരിലെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമായിരിക്കില്ല ഇതിന്റെ പ്രതിഫലനം എന്നതുകൊണ്ട് തന്നെ UDF കേന്ദ്രങ്ങളിൽ നിന്ന് കുറച്ച് അല്പം ജാഗ്രതയോടെ തന്നെ ആയിരിക്കും ഈ വിഷയത്തിലുള്ള പ്രതികരണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, ഇതാണ് ഇപ്പോൾ നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇന്ന് ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ആദ്യം പറഞ്ഞത്. വഴിക്കടവ് സംഭവവും ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ വിഷയം, ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ LDFന്റെ ചോദ്യം MV ഗോവിന്ദൻ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. ഈ വിഷയത്തിൽ UDF പ്രതികരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ് ആര്യ. അങ്ങനെ ഓരോ ദിവസവും ഓരോ പുതിയ വിഷയങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടന്നുവരികയാണ്. വെൽക്കം
വെൽക്കം ബാക്ക്. അപ്പോൾ നിലമ്പൂരിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം, അവിടെ ഇന്ന് എങ്ങനെയായിരിക്കാം പ്രചാരണം കൊഴുക്കാൻ പോകുന്നത് എന്നുള്ളത് വിശദമായ ഒരു ഷോയിലൂടെ തന്നെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കപ്പൽ പൊട്ടിത്തെറിച്ചതാണ്. കപ്പൽ പൊട്ടിത്തെറിയിൽ കാണാതായ 4 പേർക്കായി തെരച്ചിൽ തുടരുന്നു എന്നുള്ളതാണ്. ബോട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി മംഗലപുരം AJ ആശുപത്രിയിൽ എത്തിച്ച 6 പേരിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. മറ്റ് 12 പേരെ എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി AJ ഗ്രാൻഡ് ഹോട്ടലിലേക്ക് മാറ്റി. കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. So that's the reason they are more serious. And other 4 are, they have minor burns, but they need attention, dressings and all that. None of them are burned with any chemical substance, right? They are all burned with fire. Most of them, it's a explosion which happened. They also are not very sure whether they exposed to some chemical or not. Right now, so 3 are from China and 2 are from Burma, Myanmar, and 1 is from the Indonesia. So, Okay, how the treatment for the 2 people? How the treatment of these 2 people? What is the burn percentage of these yeah, 35 to 40% burns on the both face, upper limb, and lower limb, and then they also have inhalation burns, airway burns. That's the reason. There is no other protocol has been activated, right? Kind of because of any kind of substance or something. No, that is it's mainly of inhalation, thermal burns, and smoke, which because of explosions which they have inhaled. They have any other injuries? Some have some blunt injuries, which is not very major ones. All the 6 are in ICU or? No, 2 right now we have shifted him to for dressings and ICU, and other 4 are we are managing right now. They both are 30 to 40% burn. Yeah, 30 to 40%. മംഗലപുരം AJ ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. KV ബൈജു നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, ഗുഡ് മോർണിംഗ്. ഈ AJ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ചികിത്സയിലുള്ളവരുടെ വിശദാംശങ്ങളാണ് ഡോക്ടർ വിശദീകരിച്ചത്. ഇവരുടെ ആരോഗ്യനില, അതിൽ 2 പേരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ആശങ്കാജനകം. മറ്റുള്ളവരെ ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ട്, അവരുടെ പ്രാഥമിക ചികിത്സ ഒക്കെ പൂർത്തീകരിച്ചുകൊണ്ട്. ഈ 2 പേരുടെ ആരോഗ്യനില അത് ആ ഗുരുതരമായി തന്നെ മാറ്റമില്ലാതെ തുടരുകയാണോ ബൈജു? തീർച്ചയായും ആര്യ, ഇന്നലെ രാത്രി 10:45 കൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന AJ ഹോസ്പിറ്റലിൽ 18 പേരെയും എത്തിച്ചത്. ഇതിൽ 6 പേരെയാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ചികിത്സയിലുള്ളത്. അതിൽ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 പേരുടെ നില, ഒരു ചൈന സ്വദേശിയും അതുപോലെ തന്നെ തായ്വാൻ സ്വദേശിയുടെ നില അതീവ ഗുരുതരമാണ്. 35% മുതൽ 45% ഇവർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. എന്തായാലും ബാക്കി ഉള്ള 4 പേരുടെ നില അത്ര പ്രശ്നമല്ല. ഈ 12 പേരെ ഇപ്പോൾ AJ ഗ്രാൻഡ് ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർക്ക് വലിയ പരിക്കുകളൊന്നും കാര്യമായി ഇല്ലാത്തതുകൊണ്ട് തന്നെ എമിഗ്രേഷൻ നടപടികളൊക്കെ ഇന്നലെ രാത്രി തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഇന്നലെ രാത്രി തന്നെ AJ ഗ്രാൻഡ് ഹോട്ടലിലേക്ക് ഇവരെ മാറ്റിയിരുന്നു. എന്തായാലും ഈ 2 പേരുടെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത്. ഏതായാലും ഡോക്ടർമാർ, വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ 9 മണിയോടുകൂടി ഉണ്ടാവും. ഇവരുടെ ആരോഗ്യ നില സംബന്ധിച്ച്, ആരോഗ്യ പുരോഗതി സംബന്ധിച്ച് ആ മെഡിക്കൽ ബുള്ളറ്റിൻ അതിൽ വ്യക്തമാക്കുമെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും 6 പേരാണ് ഇപ്പോൾ നിലവിൽ ഞാനിപ്പോൾ നിൽക്കുന്ന AJ ഹോസ്പിറ്റലിൽ ചികിത്സയിലുള്ളത്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 പേരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല. അവർക്ക് ഒരു പക്ഷേ ഇന്ന് തന്നെ ആശുപത്രി വിടാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ 18 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നു. അവർ ആശ്വാസ തീരമടഞ്ഞു എന്നതിനാണ് ഇതിൽ ഏറ്റവും ആശ്വാസം. അപ്പോഴും 4 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്, അവർക്കായുള്ള തിരച്ചിൽ നടത്താനുണ്ട്. എന്തായാലും ഇന്നലെ രാത്രി INS വിക്രാന്തിൽ 10:45 ഈ മംഗളൂരു തുറമുഖത്തേക്ക് ഇവർ എത്തിച്ചത്. അവിടെ നിന്നും പ്രത്യേക ആംബുലൻസ്, പോലീസ് അകമ്പടിയോടുകൂടി പ്രത്യേക ആംബുലൻസിലാണ് AJ ആശുപത്രിയിൽ എത്തിച്ചത്. ഇവിടെ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ദക്ഷിണേന്ത്യയിൽ തന്നെ ഈ പൊള്ളലിന് വലിയ പേരുകേട്ട ഒരു ആശുപത്രിയാണ് AJ ആശുപത്രി. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്കും തിരഞ്ഞെടുക്കാൻ ഒരു കാരണവും. എന്തായാലും ഇപ്പോൾ 6 പേരും ഇപ്പോൾ ഇവിടെ ചികിത്സയിലുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന AJ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ച് നിലവിൽ ഇപ്പോൾ പുതിയ ബുള്ളറ്റിൻ ഒന്നും വന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ഈ മെഡിക്കൽ ബുള്ളറ്റിൽ ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ച് നമുക്ക് വിവരം ലഭിക്കുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് മംഗലാപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. മംഗലാപുരം AJ ഹോസ്പിറ്റലിലുള്ളത് 6 പേരാണ്. അതിൽ 2 പേരുടെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത്. നമുക്കൊപ്പം VR കാർത്തിക് കൂടി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. കാർത്തിക്, ഗുഡ് മോർണിംഗ്.
നമുക്കറിയാം 10 ദിവസത്തിനുള്ളിൽ കേരള തീരത്തിന് സമീപം നടക്കുന്ന രണ്ടാമത്തെ കപ്പൽ അപകടമാണ് എന്നുള്ളതാണ്. പക്ഷേ കൊച്ചിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കേരള തീരത്തിനോട് അത്രത്തോളം സമീപത്തല്ല ഈ അപകടം നടന്നത് എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ അതേസമയം തന്നെ ഈ കണ്ടെയ്നറുകളിലുള്ള രാസവസ്തുക്കൾ അത് അത്രത്തോളം വിഷപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. അതിനാൽ തന്നെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ജാഗ്രതാ നിർദ്ദേശം കേരള തീരത്ത് ഇതിനോടകം നൽകിയിട്ടുമുണ്ട്. രാത്രി വൈകിയും തീ തുടർന്നുകൊണ്ടേയിരിക്കുന്നു, ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു എന്നതും ആശങ്കയാണ്. 4 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. രക്ഷാദൗത്യം അതെങ്ങനെ പുരോഗമിക്കുന്നു ഈ ഘട്ടത്തിൽ? ഗുഡ് മോർണിംഗ് ആര്യ. വളരെ ദുഃഖകരമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. സിംഗപ്പൂർ കപ്പൽ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ അസ്തമിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ. കാരണം ഇന്നലെ രാവിലെ 9:30 തീപിടുത്തമുണ്ടായി. ഏതാണ്ട് 21 മണിക്കൂർ പിന്നിടുന്നു. ഇപ്പോഴും പൂർണ്ണമായും കപ്പലിലെ തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറെ ദുഷ്കരമായ കാര്യം. രക്ഷാദൗത്യം അതീവ ദുഷ്കരമായി തുടരുകയുമാണ്. കോസ്റ്റ് ഗാർഡിൻ്റെ 2 കപ്പലാണ് നിലവിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഉൾക്കടലിൽ തുടരുന്നത്. ഈ ദൗത്യം പ്രതിസന്ധിയിലാക്കുന്നത് ഈ കണ്ടെയ്നറുകളിൽ ഉള്ള സ്ഫോടക ശേഷിയുള്ള വസ്തുക്കൾ തന്നെയാണ്. തീ അടിക്കടി കൂടിക്കൊണ്ടിരിക്കുന്നു. അടിക്കടി മറ്റ് കണ്ടെയ്നറുകൾ കൂടി പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരം. രാവിലെ കോസ്റ്റ് ഗാർഡിൻ്റെ 2 കപ്പലുകൾ കൂടി സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചു. ഇന്നലെ അവിടെ ഉണ്ടായിരുന്നത് സജേത്, സമുദ്രപ്രഹരി എന്നീ കപ്പലുകളാണ്. ഇതുകൂടാതെ അർവേശ്, രാജ്ദൂത് എന്നീ കപ്പലുകൾ കൂടി അവിടേക്ക് എത്തിയിട്ടുണ്ട്. INSൻ്റെ നേവിയുടെ ഒരു കപ്പൽ കൂടി അല്പസമയത്തിനകം ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരും എന്നാണ് ലഭ്യമാകുന്ന വിവരം. കത്തുന്ന കപ്പലിനടുത്തേക്ക് നീങ്ങുക അസാധ്യമാണ്. അതാണ് നിലവിലെ സാഹചര്യം കൂടുതൽ പ്രതിസന്ധിയാകുന്നത്. മറ്റൊന്ന്, 4 പേരെ ഇന്നലെ തന്നെ കാണാതായിരുന്നു. അവരുടെ കാര്യത്തിലും ആശങ്ക തുടരുകയാണ്. ഇന്നലെ രാവിലെ 9:30 ഈ തീപിടുത്തമുണ്ടായപ്പോൾ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻസുമായി അതിൽ തീ അണയ്ക്കാൻ ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട 4 നാവികരെയാണ്. ഇനിയും അവരെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വരാനുള്ളത്. അവരുടെ കാര്യത്തിലും ഇപ്പോഴും ആശങ്ക തുടരുകയാണ്. ഇവരിൽ 2 പേർ തായ്വാൻ സ്വദേശികളാണ്. ഒരാൾ ഇന്തോനേഷ്യൻ പൗരനാണ്, ഒരാൾ മ്യാൻമാർ പൗരനാണ്. ഇവരെക്കുറിച്ചുള്ള യാതൊരു വിവരവും ഇതുവരെയും ലഭ്യമല്ല. മാത്രമല്ല അത് പൂർണ്ണമായും കപ്പൽ കത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ആശങ്ക വർദ്ധിക്കുകയുമാണ്. മറ്റൊന്ന്, ഈ കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ ഏതാണ്ട് 25 എണ്ണം കടലിൽ വീഴുന്നതായി ഇന്നലെ തന്നെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. 40-ലധികം കണ്ടെയ്നറുകളിൽ ഇത്തരത്തിൽ പരിസ്ഥിതിക്ക് മലിനീകരണം ഉണ്ടാക്കുന്ന വസ്തുക്കളും അതോടൊപ്പം തന്നെ തീ പിടിക്കാൻ ശേഷിയുള്ള വസ്തുക്കളുമാണ്. ഇവ പരമാവധി തീരത്തേക്ക് എത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. അതിന് ടഗ് ബോട്ടുകളുടെ സഹായത്തോടു കൂടി ഈ കപ്പലിനെ കൂടുതൽ ആഴക്കടലിലേക്ക് വലിച്ചു കൊണ്ടുപോകണം. അതിനൊക്കെ സാധിക്കണമെങ്കിൽ ഈ തീ പൂർണ്ണമായും കെടുത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തായാലും തീ അണയ്ക്കാനുള്ള രക്ഷാദൗത്യം ഇപ്പോഴും തുടരുകയാണ്. അത് തീ എപ്പോൾ പൂർണ്ണമായും അണയ്ക്കാൻ സാധിക്കുന്നു അതിനുശേഷം മാത്രമേ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും സാൽവേജ് ടീം അടക്കം അവിടേക്ക് എത്തുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ വിവരങ്ങൾ. അതായത് സമുദ്രത്തിൽ ഏതെങ്കിലും തരത്തിൽ കപ്പൽ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുമ്പോൾ, ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ ആ സാഹചര്യത്തെ ഏത് തരത്തിൽ നേരിടണം എന്ന് തീരുമാനിക്കുന്നത് ഈ സാൽവേജ് ടീമാണ്. അവർക്കാണ് കപ്പലിലെ ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ ഡിഫൻസ് PRO കമാൻഡർ അതുൽ പിള്ള കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അതുൽ, ഗുഡ് മോർണിംഗ്. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വിശദീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ രക്ഷാദൗത്യം അത് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇന്നലെ രാത്രിയിൽ കോസ്റ്റ് ഗാർഡിന്റെ സച്ചേത്തും സമുദ്ര പ്രഹരി എന്നും പറഞ്ഞ 2 കപ്പലുകൾ ഒരു ഡിസഡ്വാൻറ്റേജ് പൊസിഷനിലായിരുന്നു. ബിക്കോസ് കണ്ടെയ്നേഴ്സ് ഒക്കെ രാത്രിയിൽ വിസിബിലിറ്റി ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും അവര് ഷിപ്പിന്റെ അടുത്തെത്തി കൂളിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ അടുത്ത് ഹൈ പ്രഷർ ജെറ്റ് ചെയ്യുന്ന വെള്ളം എന്നുള്ള സംവിധാനം ഉണ്ട് ഈ 2 ഷിപ്പിൽ. അത് വെച്ച് അത് ഫുൾ നൈറ്റ് അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. കോസ്റ്റ് ഗാർഡിന്റെ ഒരു ഡോണിയർ എയർക്രാഫ്റ്റ് ഇപ്പോൾ രാവിലെ ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. അത് അവിടെ പോയിട്ട് ഏരിയൽ സർവൈലൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഫയറിന്റെ സ്റ്റേറ്റസ് എന്താണെന്ന്. കോസ്റ്റ് ഗാർഡ് ഷിപ്പ് സമർത്ത് എന്ന് പറഞ്ഞ ഒരു ഷിപ്പ് ഇന്ന് രാവിലെ സെയിൽ ഔട്ട് ചെയ്യും. ഒരു കമ്പനി ഒരു സാൽവേജ് നിയമിച്ചിട്ടുണ്ട്. അതിന്റെ എക്സ്പേർട്സുമായിട്ട് ഇൻസിഡന്റ് നടന്ന സ്ഥലത്തോട്ട് ഈ സമർത്ത് വന്ന ഷിപ്പ് കൊണ്ടുപോകും. സൂറത്ത് ഇന്ന് രാവിലെ അവിടുന്ന് തിരിച്ച് വീണ്ടും ഏരിയ ഓഫ് ഓപ്പറേഷനിലോട്ട് വരും. സത്ലജ് നേവിയുടെ ഷിപ്പ് ഇപ്പോഴും ആ ഏരിയയിൽ തന്നെ എൻഹാൻസ്മെന്റിന് വേണ്ടി സ്റ്റാൻഡ് ബൈ ആയിട്ട് അവിടെ നിൽക്കുന്നു. ശ്രീ അതുൽ, ഈ കാണാതായ 4 പേർ, അവരെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ആസ് ഓഫ് നോ ഇല്ല. ഇന്നലെ രാത്രിയിൽ ബാക്കിയുള്ള ഷിപ്പുകളൊക്കെ സെർച്ച് ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യുകയാണ് അവർക്ക് വേണ്ടി.
ഓക്കെ, അതുൽ, ഒരു കാര്യം കൂടി ശ്രീ അതുൽ, ഇപ്പോൾ ഏറ്റവും വലിയ ആശങ്കയായി നിലനിൽക്കുന്നത് ഈ കണ്ടെയ്നറിനുള്ളിലെ രാസപദാർത്ഥങ്ങൾ അത് അത്രത്തോളം വിഷമയമുള്ളതാണ് എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ്. കേരള തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് എത്രത്തോളം നമ്മൾ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടമാണ്? ഇപ്പൊ കണ്ടെയ്നേഴ്സ് അതിനകത്ത് എത്ര എണ്ണം വെള്ളത്തിൽ വീണെന്നുള്ള ഒരു അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. പക്ഷെ അറ്റ് ദ സെയിം ടൈം എയർക്രാഫ്റ്റ്സിനും ഷിപ്പിലെ ക്രൂവിനും കണ്ടെയ്നേഴ്സ് ഫ്ലോട്ട് ചെയ്യുന്ന കാണാം. അപ്പൊ ഇനി ഈ കണ്ടെയ്നേഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. അതിലിപ്പോ അത് വെയിറ്റഡ് സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ കണ്ടെയ്നേഴ്സ് അവിടെ തന്നെ താഴെ മുങ്ങിപ്പോവാം. അതേ കണ്ടെയ്നേഴ്സിൽ ഇപ്പൊ എം ടി ആണെങ്കിലോ അതല്ലെങ്കിൽ സെമി ഫിൽഡ് ആണെങ്കിൽ ചിലപ്പോൾ കണ്ടെയ്നേഴ്സ് ഫ്ലോട്ട് ചെയ്യും. അപ്പൊ ഫ്ലോട്ട് ചെയ്തിട്ട് ഏത് ഡയറക്ഷനിലാണ് എവിടെ വരുന്നതെന്നുള്ള ഒരു അനാലിസിസ് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റുള്ളൂ. എത്ര കണ്ടെയ്നേഴ്സ് കരയിൽ വരുന്നു അതല്ലെങ്കിൽ എത്ര കണ്ടെയ്നേഴ്സ് വെള്ളത്തിൽ പോകുന്നു. സോ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. ശ്രീ അതുൽ പിള്ള, ഇതിപ്പോൾ കാലാവസ്ഥയുടെ ഒരു സാഹചര്യം എങ്ങനെയുണ്ട്? ആഴക്കടലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ അതാണല്ലോ ഈ ഫ്ലോട്ടിംഗ് ഒക്കെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത്. മോൺസൂൺ എപ്പോഴും നല്ല വർഷമുള്ളത്. പക്ഷെ നേവിയും കോസ്റ്റ് ഗാർഡും ഇതിനു വേണ്ടി ട്രെയിൻഡ്. ഇങ്ങനെയുള്ള കാലാവസ്ഥയിൽ ഇങ്ങനെയുള്ള അഡ്വേഴ്സ് കണ്ടീഷൻസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ഫുള്ളി ട്രെയിൻഡ്. സോ ആ ഒരു ട്രെയിനിങ്ങിന്റെ ഇത് വെച്ച് ബിക്കോസ് ഇന്നലെ രാത്രിയിൽ അവിടെ പോകാൻ വേണ്ടി ഞാൻ പറഞ്ഞു അത്രയും റിസ്ക് ആയിരുന്നു. ബിക്കോസ് അതിൽ ഏതെങ്കിലും ഒരു കണ്ടെയ്നേഴ്സ് ഷിപ്പിന്റെ പ്രൊപ്പല്ലറിൽ ടച്ച് ചെയ്താലോ അല്ലെങ്കിൽ ആ ഷിപ്പിനും സേഫ് അല്ലായിരുന്നു. ബട്ട് ഒരു കാൽക്കുലേറ്റീവ് റിസ്ക് എടുക്കാനുള്ള അതിന്റെ കമാൻഡിംഗ് ഓഫീസേഴ്സിനും അതിന്റെ ക്രൂവിനും ഉണ്ട് ഈ കോസ്റ്റ് ഗാർഡിന്റെ നേവിയുടെ ഷിപ്പ്. അതനുസരിച്ച് അവർ മുമ്പോട്ട് ഓപ്പറേഷൻസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച് കമാൻഡർ അതുൽ പിള്ള ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഡിഫൻസ് PRO കമാൻഡർ അതുൽ പിള്ളയാണ് നമുക്കൊപ്പം ചേർന്നത്. കൂടുതൽ ഈ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം നമ്മളുമായി പങ്കുവെക്കുകയായിരുന്നു. VR കാർത്തിക്കിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. കാർത്തിക്, ഇതിപ്പോൾ രക്ഷാദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡിഫൻസ് PRO തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൂടുതൽ കണ്ടെയ്നറുകൾ ഫ്ലോട്ട് ചെയ്ത് തീരത്തേക്ക് വരാനുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് ഈ ടഗ് ബോട്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് തടുക്കാനുള്ള ശ്രമങ്ങളും അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഡോണിയർ വിമാനങ്ങൾ ആകാശത്ത് വട്ടമിട്ട് പറന്ന് ഈ സംഭവ സ്ഥലത്ത് ഒരു പെരിമീറ്റർ നിശ്ചയിക്കും. അതിനുള്ളിൽ ഈ കണ്ടെയ്നറുകൾ നിലനിർത്താനാണ് ശ്രമം. പക്ഷേ അതിനെല്ലാം സാധിക്കണമെങ്കിൽ കപ്പലിലെ തീ പൂർണ്ണമായും കെടുത്തേണ്ടതുണ്ട്. അത് ഈ ഘട്ടം വരെയും സാധിച്ചിട്ടില്ല. വരും മണിക്കൂറുകളിൽ അതിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റൊന്ന്, വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മൺസൂൺ മഴ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് നാളെയും മറ്റന്നാളുമൊക്കെ വടക്കൻ ജില്ലകളിൽ ചില ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടി കാലാവസ്ഥ പ്രതികൂലമാകുന്നതിന് മുൻപ് പരമാവധി വേഗം തീ കെടുത്തുകയും അതോടൊപ്പം തന്നെ രക്ഷാദൗത്യം പൂർണ്ണമായി നടപ്പാക്കുകയും വേണം. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഇന്നലെ അപകടമുണ്ടായി വൈകിട്ട് വരെയും സമുദ്ര ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് കാര്യമായ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ രാത്രിയോടുകൂടി ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. 3 ദിവസത്തിനുള്ളിൽ കേരള തീരത്ത്, അതായത് കോഴിക്കോട് മുതൽ കൊച്ചി വരെയുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ തീരെ തടയാനുള്ള സാധ്യതയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും കണ്ടെയ്നറുകൾ പരമാവധി തീരത്തടിയാതിരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. അതോടൊപ്പം തന്നെ മലിനീകരണം ഉണ്ടാക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണമെന്ന കാര്യത്തിലടക്കം സർക്കാർ ഗൗരവകരമായ നടപടികളിലേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വരും മണിക്കൂറുകളിൽ കോസ്റ്റ് ഗാർഡിന്റെ കൂടുതൽ കപ്പലുകളും കൂടുതൽ സംവിധാനങ്ങളും അവിടേക്ക് എത്തി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനും രക്ഷാദൗത്യം സമ്പൂർണ്ണമാക്കാനുമാണ് ശ്രമങ്ങൾ പുരോഗമിക്കുന്നത്. ആര്യ, തീർച്ചയായും VR കാർത്തിക്കാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും രക്ഷാദൗത്യം അവിടെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ് ഡിഫൻസ് PRO കമാൻഡർ അതുൽ പിള്ള അല്പസമയം മുമ്പ് നമ്മളോടൊപ്പം ചേർന്ന് പറഞ്ഞത്. അതോടൊപ്പം VR കാർത്തിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഈ കേരള തീരത്തുണ്ടാകുന്ന തുടർച്ചയായ കപ്പൽ അപകടങ്ങൾ അത് ആശങ്കയോടൊപ്പം ചില സംശയങ്ങളും ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് സാഹചര്യം. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായ ശേഷമാണ് കേരള തീരത്ത് തുടർച്ചയായി 2 അപകടങ്ങൾ സംഭവിച്ചത്. ഈ അപകടങ്ങൾ യാദൃച്ഛികമാണെങ്കിൽ പോലും എല്ലാ വശങ്ങളും അന്വേഷിക്കണമെന്നാണ് ആവശ്യം ഇപ്പോൾ ഉയരുന്നത്. പ്രത്യേകിച്ച് ആദ്യ അപകടത്തിൽ ക്യാപ്റ്റനെ ചോദ്യം ചെയ്യാത്തതടക്കമുള്ള കാര്യങ്ങൾ ലത്തീൻ സഭ പരാതിയായി ഉയർത്തുന്നുണ്ടിപ്പോൾ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഏറ്റവും സുപ്രധാനമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ MSC ഐറിന് ബർത്തിലെടുത്ത ദിവസം. പാരിസ്ഥിതിക സാമ്പത്തിക നഷ്ടത്തിന്റെ സാഹചര്യം നിലനിൽക്കുമ്പോഴും തെല്ലെങ്കിലും കൊച്ചിയിലെ കപ്പൽ അപകടത്തിന്റെ നിരാശ ജനങ്ങളിൽ നിന്ന് ഒഴിയുന്ന സാഹചര്യമായിരുന്നു ഐറനയുടെ വരവ് നൽകിയ സന്തോഷം. എന്നാൽ ആ സന്തോഷം അധികം നീണ്ടുനിന്നില്ല. ഐറിന് വിഴിഞ്ഞത്തെത്തി മണിക്കൂറുകൾക്കുള്ളിൽ ആ വാർത്തയും പരന്നു.
ബേപ്പൂരിന് സമീപം മറ്റൊരു കപ്പൽ കത്തിയമരുന്നുവെന്ന്. അപ്പോൾ ഈ ക്യാപ്റ്റൻ ഉൾപ്പെടെ ഈ ആളുകളെ കൊണ്ടുവരണം. അവർ സഞ്ചരിച്ച വഴികൾ എന്തായിരുന്നു ചോദിക്കണം. ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെളിപ്പെടുത്തപ്പെടണം. സത്യം പുറത്തു കൊണ്ടുവരണം. ഈ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു പൊതുജനങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടു വരുന്നതേ ഉള്ളൂ. ആദ്യ കപ്പലപകടത്തിൽ ക്യാപ്റ്റനെ ഉൾപ്പെടെ വിശദമായി ചോദ്യം ചെയ്യാത്തതാണ് വിമർശനമായി ഉയരുന്നത്. പ്രതികൂല കാലാവസ്ഥ ആയിരുന്നില്ല, കടൽ ചുഴിയോ കപ്പലിന്റെ തകരാറോ ആണോ ആദ്യ അപകടത്തിന് കാരണമെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. 1968 അറബിക്കടലിൽ നേരത്തെ ഒരു അപകടമുണ്ടായത്. ശംഖുമുഖത്ത് അന്ന് ഗ്രീക്ക് കപ്പൽ അപകടത്തിൽപ്പെടുകയായിരുന്നു. പിന്നെയും 2 നൂറ്റാണ്ട് പിന്നിലെ ചരിത്രം പരിശോധിച്ചാലേ കേരള തീരത്ത് ഒരു കപ്പലപകടം കണ്ടെത്താൻ കഴിയൂ. 1754 വർക്കലയ്ക്ക് സമീപമായിരുന്നു അത്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകാതിരിക്കാൻ ഒരുപാട് ശക്തികൾ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അറബിക്കടലിലെ കപ്പലപകടങ്ങളെ സ്വാഭാവികതയ്ക്ക് വിട്ടുകൊടുക്കുന്നത് ശരിയായ കാര്യമാകില്ല. വി വിനോദ്, ന്യൂസ് 18. നമുക്ക് ഒരിക്കൽ കൂടി നിലമ്പൂരിലേക്കൊന്ന് പോകാം. LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. നമുക്കറിയാം LDFന്റെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം എന്ന് പറയുന്നത് തന്നെ ഈ മഴവിൽ സഖ്യ ആരോപണമാണ് എന്നുള്ളത്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ UDF പിന്തുണയ്ക്കെതിരെ M സ്വരാജ് ഇപ്പോൾ സംസാരിച്ചിരിക്കുകയാണ്. ഇത്തരം ഘട്ടങ്ങളിൽ ചേരേണ്ടവർ തമ്മിൽ തന്നെയാണ് ചേരുക എന്ന് സ്വരാജ് പറയുന്നു. ജമാഅത്തെ ഇസ്ലാമി ആര്യാടൻ എതിർത്ത പ്രസ്ഥാനമാണ്. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലാ ആശുപത്രിയിലേക്ക് വഴി തടഞ്ഞത് മാത്രമാണ് എതിർത്തതെന്നും M സ്വരാജ് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് മടങ്ങിയെത്താം. അല്ല, അതില് പുതുമയില്ല. ഞാൻ ഇന്നലെ തന്നെ ആരോടോ പ്രതികരിച്ചിരുന്നു. അതൊരു പുതിയ കാര്യമല്ല. ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും UDFലെ ഒരു ഘടകകക്ഷിയെ പോലെ, ഒരു അപ്രഖ്യാപിത ഘടകകക്ഷിയെ പോലെ പ്രവർത്തിച്ചവരാണ് നിങ്ങൾ ഈ പറഞ്ഞ വിഭാഗം. അവരുടെ പിന്തുണ UDFനായിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിച്ചു എന്നേ നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുള്ളൂ. അതിന് പ്രത്യേക പ്രാധാന്യമൊന്നുമില്ല. അത്തരം ശക്തികൾക്കെതിരെ വളരെ ഉറച്ചൊരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നാലും മറ്റൊരു സാധ്യത അവിടെ ഇല്ലല്ലോ. അപ്പോൾ മാത്രമല്ല, ഇത്തരം ഘട്ടങ്ങളിലെല്ലാം ചേരേണ്ടവർ തമ്മിൽ തന്നെയാണ് ചേരുക. അതിൽ ഒരു പ്രത്യേക പ്രാധാന്യമൊന്നും ഞാൻ കാണുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ നിലപാട് അവർ ആവർത്തിക്കുകയാണ് ചെയ്തത്. ആ നിലപാടിനെ കേരളം തള്ളിക്കളഞ്ഞതാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കൊക്കെ അനുഭവപ്പെട്ടതുമാണ്. അതിൽ പ്രത്യേകിച്ചൊന്നും ഒരു അഭിപ്രായം ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം വളരെ ശക്തമായ ഒരു നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിച്ചിരുന്നു. അത് പൊതുവെ ഇവിടെ മറ്റുള്ളവരും, അദ്ദേഹം മാത്രമല്ല മറ്റ് പ്രധാന നേതാക്കന്മാരും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ തന്നെയാണ് അത് വിശദീകരിക്കേണ്ടത്. ഞാൻ അതിനെ ഒരു വലിയ കാര്യമായിട്ട് കണക്കാക്കി ഒരു ആരോപണം ഉന്നയിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ടതായി വരും അവരുടെ പ്രവർത്തകരോട്, അവരുടെ അണികളോട്. അത് അവരുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അത് ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കതിൽ പ്രത്യേകിച്ച് അവരോട് ചോദ്യം ചോദിക്കാനോ വിശദീകരണം ആവശ്യപ്പെടാനോ ഒന്നുമില്ല. ഇതിൽ അപ്രതീക്ഷിതമായ ഒന്നുമില്ല താനും. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല. ജനങ്ങൾ മതനിരപേക്ഷ നിലപാടിനോടൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നത് അറിയില്ല. മന്ത്രി എന്ന നിലയിൽ എന്തെങ്കിലും വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ പറഞ്ഞിട്ടുണ്ടാവുക? ഇനി ഈ സംഭവം നടന്ന ഉടനെ അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് നടത്താൻ വേണ്ടി വളരെ മോശമായ നിലയിൽ ഉപയോഗിക്കപ്പെട്ടു. ഞാൻ മുമ്പേ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു വിഷയം ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ പ്രതിഷേധം വരും, അതിനോട് പ്രതികരിക്കേണ്ടി വരും, ചിലപ്പോൾ സമരം ചെയ്യേണ്ടി വരും. അതൊക്കെ സ്വാഭാവികമാണ്. അതിന് UDFന് അതിനുള്ള അവകാശമുണ്ട്. അവർ പ്രതിഷേധിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട് LDF ഇത്തരത്തിൽ വിവാദം കത്തിക്കുമ്പോൾ എന്താണ് UDF സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം. മഴവിൽ സഖ്യമെന്ന MV ഗോവിന്ദന്റെ ആരോപണത്തിൽ മറുപടി നേതാക്കൾ പറയുമെന്നാണ് ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ പോരാട്ടമാണ് നടക്കുന്നത്. അതിൽ പരമാവധി പേരുടെ പിന്തുണ തേടുമെന്നതാണ് ഷൗക്കത്തിന്റെ പ്രതികരണം. കണ്ടിട്ട് വരാം. പ്രതികരിക്കേണ്ട സംഗതി കാര്യമില്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ 9 വർഷത്തെ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള, അതേപോലെ തന്നെ ദേശീയ തലത്തിൽ ഫാസിസത്തിനെതിരെയുള്ള ഒരു വലിയ പോരാട്ടം നടക്കുക. അതിന്റെ ഭാഗമായിട്ട് പരമാവധി ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള ഒരു സംഗതി. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അത് എന്റെ നേതാക്കന്മാർ ആ കാര്യത്തെക്കുറിച്ച് പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന 9 വർഷത്തെ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള
ഒരു വലിയ പോരാട്ടം നടക്കുകയാണ്. അപ്പോൾ അതിൽ പരമാവധി ആളുകളെ പിന്തുണ സ്വരൂപിക്കുക. ഇപ്പോൾ രാവിലെ ന്യൂസ് 18നോട് പ്രതികരിക്കുകയായിരുന്നു UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. ഇനി മറ്റു വാർത്തകൾ കൂടി നമുക്ക് നോക്കാം. 52 ദിവസം നീളുന്ന ട്രോളിംഗ് നിരോധനത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. കൊല്ലം നീണ്ടകര പാലത്തിന്റെ സ്നാപ്പുകളെ ബന്ധിച്ച് ചങ്ങലയിട്ടതോടെ സംസ്ഥാനത്ത് നിരോധനം നടപ്പിലായി. പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമാണ് നിരോധന കാലയളവിൽ കടലിൽ പോകാൻ അനുമതി. വിനീഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. വിനീഷ്, ഈ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്, വിശദാംശങ്ങൾ. ആര്യ, ഈ ഉപരിതല മത്സ്യങ്ങളുടെയും അതുപോലെ തന്നെ ഈ ആഴക്കടൽ മത്സ്യങ്ങളുടെയും എല്ലാം പ്രജനനകാലമാണല്ലോ ഇപ്പോൾ. ഈ സമയത്ത് കടലിന്റെ അടുത്തിട്ടിളകാതിരിക്കാൻ വേണ്ടിയാണ് ട്രോളിംഗ് എന്ന മത്സ്യബന്ധന രീതി പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നത്. 52 ദിവസമാണ് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലം നീണ്ടകര പാലത്തിന്റെ സ്പാനുകളെ ബന്ധിപ്പിച്ച് കഴിഞ്ഞ ദിവസം തന്നെ ചങ്ങല ഇട്ടതോടെ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി 12 മണിയോട് കൂടിയാണ് ഈ ചങ്ങലകൾ ഇട്ടത്. ഇതോടുകൂടി തന്നെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ച സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമാണ് ഈ നിരോധന കാലയളവിൽ കടലിൽ പോയി മത്സ്യബന്ധനം നടത്താനുള്ള അനുമതിയുള്ളൂ. അതുപോലെ തന്നെ ഇങ്ങനെ പോകുന്ന വള്ളങ്ങൾ ഏതെങ്കിലും തരത്തിൽ അപകടം സംഭവിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മെറൈൻ എൻഫോഴ്സ്മെന്റും ഫിഷറീസ് വകുപ്പും ചേർന്നാണ് ട്രോളിംഗ് നിരോധനം ഫലപ്രദമായി തന്നെ നടപ്പിലാക്കുന്നത്. നമുക്കറിയാം 3700-ൽ പരം ട്രോളിംഗ് ബോട്ടുകളാണ് കഴിഞ്ഞ ദിവസം തന്നെ തീരത്ത് അണഞ്ഞതും അതുപോലെ തന്നെ കടലിൽ പോകാതെ ഇപ്പോൾ തീരത്തേക്ക് അടുപ്പിച്ചിരിക്കുന്നത്. 52 ദിവസത്തോളമുള്ള ട്രോളിംഗ് നിരോധനമാണ് ശരിക്കും ഈ മത്സ്യത്തൊഴിലാളികളെ അക്ഷരാർത്ഥത്തിൽ ഇതൊരു ദുരിതത്തിലാക്കിയ ഒരു സാഹചര്യമാണ് ആര്യ ഉള്ളത്. ഈ നമുക്കറിയാം ചരക്ക് കപ്പൽ അപകടം നടന്നു, അതുപോലെ തന്നെ ഈ കാലവർഷ കെടുതികൾ സംഭവിക്കുന്നു. അങ്ങനെ ഇതെല്ലാം തുടരെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം ഈ മത്സ്യബന്ധന മേഖലയെ കാര്യമായി ബാധിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ട്രോളിംഗ് നിരോധനവും കൂടി വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ കാര്യം വലിയൊരു ദുരിതത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പം ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് 6 കിലോ അരി സൗജന്യമായി നൽകാനായിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ആര്യ. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. വിനീഷ് സൂചിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, ഈ കാലവർഷം അത് പ്രതികൂലമായി ബാധിച്ചു മത്സ്യബന്ധനത്തെ. അതോടൊപ്പം ഈ കേരള തീരത്തിന് സമീപമുണ്ടായ കപ്പൽ അപകടം അത് വലിയ രീതിയിൽ പ്രതികൂലമായി മത്സ്യത്തൊഴിലാളികളെ ബാധിച്ചു. അതിനിടയിലാണ് ഈ ട്രോളിംഗ് നിരോധനം കൂടി വന്നത് എന്നുള്ളത് അവരുടെ ദുരിതം ഇരട്ടിയാക്കുകയാണ്. എന്തായാലും സർക്കാർ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. 6 കിലോ അരി വീതം ഓരോ മത്സ്യത്തൊഴിലാളി കുടുംബത്തിനും നൽകുമെന്നുള്ളതാണ്. ഈ ദുരിതഘട്ടത്തിൽ അവരെ ചേർത്ത് പിടിക്കുമെന്നുള്ളതാണ്. എന്തായാലും എന്നിരുന്നാൽ പോലും അവർക്കുണ്ടാവുന്ന ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന നഷ്ടം അത് നികത്താനാകില്ല, അത് അത്രത്തോളം വലുതാണ് എന്നുള്ളതാണ്. എന്തായാലും 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനമാണ് ഇപ്പോൾ പ്രാബല്യത്തിലായിട്ടുള്ളത് കേരള തീരത്ത്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു എന്നുള്ളതാണ്. ഇന്ന് 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്തെ 2ാം ഘട്ട +1 പ്രവേശനം ഇന്ന് മുതലാണ്. നാളെ വൈകിട്ട് 5 മണിക്ക് പ്രവേശനം അവസാനിക്കും. ഇന്നലെയാണ് 2ാം ഘട്ട അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ആദ്യ അലോട്ട്മെന്റ് പ്രകാരം +1ന് മെറിറ്റിൽ പ്രവേശനം നേടിയത് 2,49,540 പേരാണ്. ആദ്യ അലോട്ട്മെന്റിലെ പ്രവേശനം പൂർത്തിയായപ്പോൾ മെറിറ്റിൽ 69,034 സീറ്റുകൾ ഒഴിവുണ്ടെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്ക്. 3ാം ഘട്ട പ്രവേശനം 16, 17 തീയതികളിലാണ് നടക്കുക. 18ന് +1 ക്ലാസുകൾ ആരംഭിക്കും. പോക്സോ കേസ് എടുത്ത അധ്യാപികയെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. സ്കൂളിലെ അധ്യാപകർ തമ്മിലുള്ള പോരിനെ തുടർന്നാണ് വിദ്യാർത്ഥിനി കുറിച്ചുള്ള കള്ളക്കഥ പ്രചരിപ്പിക്കാൻ ഇടയാക്കിയത്. സ്കൂളിലെ ഒരു അധ്യാപകനുമായി വിദ്യാർത്ഥിനിക്ക് വഴിവിട്ട ബന്ധമുണ്ടെന്ന് അധ്യാപിക പ്രചരണം നടത്തുകയായിരുന്നു. ഇതോടെ വിദ്യാർത്ഥി പഠനം ഉപേക്ഷിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി. അതിനുശേഷമാണ് ഈ വിഷയം നിയമ നടപടിയിലേക്കൊക്കെ കടക്കുന്നത്. മുഖ്യമന്ത്രിക്ക് അടക്കം ഈ പെൺകുട്ടിയുടെ കുടുംബം പരാതി നൽകുന്നു.
സമാനമായ രീതിയിൽ തന്നെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളൊക്കെയും പോലീസിലും പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേ തുടർന്നാണ് ഈ അധ്യാപികയ്ക്കെതിരെ പോക്സോ കേസ് ചുമത്തിയത്. പക്ഷേ അതിനുശേഷവും ഈ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ഉയരുന്നത്. ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. നേരത്തെ സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആരോപണത്തിൽ കഴമ്പില്ലെന്ന റിപ്പോർട്ടായിരുന്നു സമർപ്പിച്ചിരുന്നത്. ഇതേ റിപ്പോർട്ട് തന്നെയാണ് കോടതിയിൽ വിജിലൻസ് ഹാജരാക്കിയത്. റിപ്പോർട്ട് അംഗീകരിക്കുന്ന കാര്യത്തിൽ ഇന്ന് കോടതി തീരുമാനമെടുക്കും. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. MR അജിത് കുമാർ ഭാര്യ സഹോദരനുമായി ചേർന്ന് സെന്റിന് 70 ലക്ഷം രൂപ വിലയുള്ള ഭൂമി തിരുവനന്തപുരം കവടിയാറിൽ വാങ്ങി ആഡംബര കെട്ടിടം നിർമ്മിക്കുന്നതിൽ അഴിമതി പണം ഉപയോഗിച്ചു തുടങ്ങിയവയായിരുന്നു ഹർജിക്കാരന്റെ വാദം. തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ 2 ദിവസത്തിനകം എത്തിക്കും. ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ സ്വകാര്യ കമ്പനിയുമായി ശ്രീചിത്ര അധികൃതർ ധാരണയിലെത്തി. ഉപകരണങ്ങൾ ലഭ്യമാക്കാത്തതിനെ തുടർന്ന് 15 ശസ്ത്രക്രിയകളാണ് 3 ദിവസത്തിനിടെ മാറ്റിവെക്കേണ്ടി വന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രതിസന്ധി പരിഹരിക്കാനാകുമെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിന്റെ വിലയിരുത്തൽ. നടൻ കൃഷ്ണകുമാറിന്റെ മകളുടെ വ്യാപാര സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 2 ബാങ്കുകളിൽ നിന്ന് സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ ശേഖരിച്ച് പോലീസ്. അതേസമയം ആരോപണ വിധേയരായ യുവതികളുടെ മൊഴി വിശദമായി രേഖപ്പെടുത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. നടൻ കൃഷ്ണകുമാറിനെതിരായ കൗണ്ടർ കേസിനെ സംബന്ധിച്ച നിജസ്ഥിതി ബോധ്യപ്പെടാൻ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. ദിയ കൃഷ്ണയുടെ കവടിയാറിലെ ബൊട്ടീക്കിൽ പരിശോധന നടത്തി സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ കൈവശപ്പെടുത്തിയതിന് പിന്നാലെയാണ് സ്ഥാപനത്തിന്റെ പേരിലുള്ള പേരൂർക്കടയിലെ സ്വകാര്യ ബാങ്കിൽ നിന്ന് അന്വേഷണ സംഘം 2024 മുതലുള്ള അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് ശേഖരിച്ചത്. തുടർന്ന് ആരോപണ വിധേയരുടെ പേരിലുള്ള വലിയ തുറയിലെ SBI ബ്രാഞ്ചിലെ അക്കൌണ്ട് വിവരങ്ങളും പോലീസ് ശേഖരിച്ചതായാണ് സൂചന. 3 വനിതാ ജീവനക്കാരിൽ ഒരാളുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നെങ്കിലും മറ്റു 2 പേരിൽ നിന്ന് മൊഴിയെടുക്കാൻ മ്യൂസിയം പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ താരതമ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുമെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. 2024 ജൂലൈ മുതൽ സ്ഥാപനത്തിലെ QR കോഡ് മാറ്റി 69 ലക്ഷം രൂപ 3 ജീവനക്കാർ ചേർന്ന് തട്ടിയെടുത്തതായാണ് പരാതി. ഇത് വ്യക്തമാക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു. അതേസമയം തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി നടൻ കൃഷ്ണകുമാറിനെതിരെ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കൌണ്ടർ കേസിൽ തുടരന്വേഷണത്തിന്റെ ഭാഗമായി CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. തുടർന്ന് കൃഷ്ണകുമാറിന്റെയും ദിയ കൃഷ്ണയുടെയും മൊഴി വീണ്ടും വിശദമായി രേഖപ്പെടുത്തിയേക്കും. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ മ്യൂസിയം CI ആണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംഘം ഇന്ന് തിരിച്ചെത്തും. മടങ്ങിയെത്തുന്ന സർവകക്ഷി പ്രതിനിധി സംഘത്തിലെ അംഗങ്ങളെ വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണും. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ഇന്ത്യയുടെ നിലപാട് അറിയിക്കാൻ വിവിധ രാജ്യങ്ങളിലേക്ക് പോയ പ്രതിനിധികളെ പ്രധാനമന്ത്രി പ്രശംസിക്കും. 33 വിദേശ തലസ്ഥാനങ്ങളും യൂറോപ്യൻ യൂണിയനും സന്ദർശിച്ച ഈ പ്രതിനിധി സംഘങ്ങളിൽ മുൻ നയതന്ത്രജ്ഞരും ഉണ്ടായിരുന്നു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇതിനകം പ്രതിനിധികളെ കാണുകയും പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ശക്തമായ നിലപാട് അറിയിക്കുന്നതിൽ അവർ നടത്തിയ ശ്രമങ്ങളെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. അതേസമയം മോദിയെയും കേന്ദ്ര സർക്കാരിനെയും നിരന്തരം പുകഴ്ത്തുന്ന തരൂരിനെതിരെ നടപടിയെടുക്കുന്നതിൽ കോൺഗ്രസിൽ ഭിന്നത നിലനിൽക്കുകയാണ് എന്നതാണ് കോൺഗ്രസിനുള്ളിലെ രാഷ്ട്രീയ സാഹചര്യം. കഴിഞ്ഞ 11 വർഷത്തെ പശ്ചാത്തല വികസനം സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ സന്തോഷകരമാക്കിയതായി കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നു. നഗരവാസികളുടെ ഗതാഗതവും ദൈനംദിന യാത്രയും സുഗമമായി. പശ്ചാത്തല വികസനം രാജ്യത്തെ ബഹുദൂരമാണ് മുന്നോട്ട് നയിച്ചത് എന്നും അവകാശപ്പെടുന്നു. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്. ഈ വിശാലമായ ദർശനമാണ് തൻ്റെ സർക്കാരിൻ്റെ മുഖമുദ്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. എല്ലാ ഇന്ത്യക്കാരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായുള്ള ദൃഢനിശ്ചയം കൂടിയാണ് ഈ മുദ്രാവാക്യത്തിൽ വ്യക്തമാകുന്നത്. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ആക്ട് 2016 സർക്കാർ നടപ്പിലാക്കി. വീട് വാങ്ങുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു നിയമമാണിത്. ജനങ്ങളുടെ സമ്പാദ്യത്തിന് അങ്ങനെ സുരക്ഷ ഉറപ്പാക്കുന്നു. 23 നഗരങ്ങളിലാണ് ഇപ്പോൾ മെട്രോ റെയിൽ സൗകര്യം ഉള്ളത്. 2014 5 നഗരങ്ങളിൽ മാത്രമാണ് മെട്രോ സംവിധാനം ഉണ്ടായിരുന്നത്.
ഇപ്പോൾ 6ാം വർഷത്തിലെത്തി നിൽക്കുന്ന ഉഡേ ദേശ് കാ ആം നാഗരിക് പദ്ധതി വിമാനയാത്ര സാധാരണക്കാർക്ക് താങ്ങാവുന്നതും സൗകര്യപ്രദവുമാക്കി. ഉഡാൻ പദ്ധതിക്ക് കീഴിൽ 1.51 കോടിയിലധികം ആളുകൾ താങ്ങാവുന്ന വിലയിൽ വിമാനയാത്ര നടത്തി. ഇത് നിരവധി ടയർ 2, ടയർ 3 നഗരങ്ങളിലേക്ക് വ്യോമഗതാഗതം സാധ്യമാക്കി. സാധാരണക്കാർക്കും വിമാനയാത്ര ചെയ്യാം എന്ന സാഹചര്യമായി. പ്രവർത്തനക്ഷമമായ വിമാനത്താവളങ്ങളുടെ എണ്ണം 2014 74ആയിരുന്നു. 2024 അത് 159ആയി. അതായത് എണ്ണം ഇരട്ടിയായി. നിരവധി നഗരങ്ങളിലായി റെക്കോർഡ് വേഗതയിൽ മെട്രോ റെയിൽ പദ്ധതികൾക്ക് അംഗീകാരം നൽകി, കമ്മീഷൻ ചെയ്തു. 6862 ഇലക്ട്രിക് ബസ്സുകൾ അനുവദിച്ചു. ഫെയിം 2 പദ്ധതി പ്രകാരം ഇപ്പോൾ രാജ്യത്തുടനീളം ഇലക്ട്രിക് ബസ്സുകൾ വിന്യസിച്ചിട്ടുണ്ട്. ആളുകളിപ്പോൾ സ്വകാര്യ വാഹനത്തിൽ നിന്ന് പൊതുഗതാഗതത്തിലേക്ക് മാറിയിരിക്കുന്നു. സുഖസൗകര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഗണ്യമായി ലാഭം നേടുന്നു. ഇന്റർനെറ്റ് ഡാറ്റയുടെ വില 97% കുറഞ്ഞു. ഇന്റർനെറ്റ് കണക്ഷനുകളിൽ ഇന്ത്യ 285.77% വളർച്ച രേഖപ്പെടുത്തി. ഭാരത് നെറ്റ് പദ്ധതി ഒപ്റ്റിക്കൽ ഫൈബർ വഴി ബന്ധിപ്പിച്ചത് 2.14 ലക്ഷം പഞ്ചായത്തുകളെയാണ്. ഇന്ന് ശരാശരി ഇന്ത്യക്കാരൻ്റെ ജീവിതം കൂടുതൽ സുഗമമാണ്, ആയാസരഹിതമാണ്. മാറുന്ന ഇന്ത്യയുടെ മുഖമാണ് നമ്മുടെ നഗരങ്ങളിൽ ദൃശ്യമാകുന്നത്, അതും ലോകോത്തര നിലവാരത്തിൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. ഇന്ന് കർണാടക മുഖ്യമന്ത്രി ഹൈക്കമാൻഡിനെ കാര്യങ്ങൾ ധരിപ്പിക്കുമെന്നാണ് സൂചന. നമ്മൾ ഇന്ത്യക്കാർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര. അത് ഇന്നായിരുന്നു നടക്കേണ്ടിയിരുന്നത്. അത് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്ന് തുടങ്ങാനിരുന്ന യാത്ര നാളത്തേക്ക് മാറ്റിയത് ആക്സിയം 4 ദൗത്യം കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടാണ് നാളത്തേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം വന്നിട്ടുള്ളത്. നാളെ വൈകിട്ട് 5:30 ദൗത്യം നടക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. ഗാസയിലേക്ക് പോയ ആക്ടിവിസ്റ്റ് ഗ്രേറ്റ തുൻബർഗിനെയും മറ്റ് പൊതുപ്രവർത്തകരെയും ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തു. ഇവർ സഞ്ചരിച്ചിരുന്ന സഹായ ബോട്ട് സൈന്യം പിടിച്ചെടുത്തു. ഗാസ മുനമ്പിലേക്ക് സഹായം എത്തിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു സംഘത്തിന്റെ യാത്ര. അമേരിക്കയിൽ കുടിയേറ്റ നിയന്ത്രണങ്ങളെ ചൊല്ലിയുള്ള ബഹുജന പ്രതിഷേധം തുടരുന്നു. പ്രതിഷേധക്കാർക്കെതിരെ ട്രംപ് ഭരണകൂടം 700 മറൈൻ സൈനികരെ വിന്യസിച്ചു. ഇന്നലെ 300ഓളം വരുന്ന നാഷണൽ ഗാർഡ് അംഗങ്ങളെ വിന്യസിച്ചതിന് പുറമെയാണിത്. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. എത്രത്തോളം സങ്കീർണമാണ് ഇപ്പോൾ അമേരിക്കയിലെ സാഹചര്യം? ആര്യ, ഗുഡ് മോർണിംഗ്. ഈ അനധികൃത കുടിയേറ്റക്കാരെ ഉന്മൂലനം ചെയ്യും എന്ന് നേരത്തെ തന്നെ ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ അടക്കം പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ട്രംപ് ഭരണകൂടത്തിൻ്റെ ഈ നീക്കത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം ആണ് ഉയരുന്നത്. ഈ പ്രതിഷേധം ഉയരുന്നതാകട്ടെ അനധികൃത കുടിയേറ്റക്കാരെ ഉന്മൂലനം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അവരെ രാജ്യത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിനോ എതിരെയല്ല, മറിച്ച് ആ രീതിക്ക് എതിരെ ആണ് വലിയ തോതിലുള്ള പ്രതിഷേധം ഉയരുന്നത്. അതായത് കഴിഞ്ഞ മാസം ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാർ എന്ന നിലയിൽ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുള്ളത് 239 പേരെയാണ്. എന്നാൽ ഇത്തരത്തിൽ ചെറിയ തോതിൽ ഉള്ള റെയ്ഡുകൾ ആണ് നടക്കുന്നത് എന്നും ഈ റെയ്ഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നുമാണ് ഡൊണാൾഡ് ട്രംപ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒരു ദിവസം കുറഞ്ഞത് 3000ഓളം അനധികൃത കുടിയേറ്റക്കാരെയെങ്കിലും കണ്ടെത്തണമെന്നും അവരെ അറസ്റ്റ് ചെയ്ത് നീക്കണം എന്നുമുള്ള ആവശ്യം ആണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിനുവേണ്ടി വ്യാപകമായ പരിശോധനകൾ, അതായത് എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള പരിശോധനകളും മനുഷ്യാവകാശ ലംഘനങ്ങളുമാണ് ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് വലിയ പ്രതിഷേധം ലോസ് ഏഞ്ചൽസിലും കാലിഫോർണിയയിലും അടക്കം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അടക്കം ഈ പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്നതിന് വേണ്ടി നാഷണൽ ഗാർഡുകളെ ഡൊണാൾഡ് ട്രംപ് വിനിയോഗിച്ചിരുന്നു. ഇതിന് പുറമെ ആണ് ഇപ്പോൾ മറീനുകളെ അടക്കം വിന്യസിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ആര്യ, നമുക്ക് തോന്നാം ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ സൈന്യത്തെ വിന്യസിക്കുന്നതിൽ എന്താണ് പിഴവ് അല്ലെങ്കിൽ എന്താണ് തെറ്റ് എന്നുള്ളത്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി സൈനികരെ വിന്യസിക്കുക എന്നത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം ഉണ്ടാകുന്ന നീക്കം ആണ്. ഇതിനു മുമ്പ്
1965 ആണ് പ്രസിഡന്റ് നേരിട്ട് ഇത്തരത്തിൽ സൈന്യത്തെ ഈ പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്നതിന് വേണ്ടി വിന്യസിക്കുന്നത്. സാധാരണ നിലയിൽ ഗവർണർമാരുടെയോ മേയർമാരുടെയും അല്ലെങ്കിൽ പ്രാദേശിക ഭരണകൂടത്തിൻ്റെയോ ഒക്കെ നിർദ്ദേശത്തിൻ്റെ അനുസരിച്ച് അവർ ആവശ്യപ്പെട്ടാലോ നിർദ്ദേശിച്ചാലോ മാത്രമാണ് ഇങ്ങനെ നാഷണൽ ഗാർഡുകളെ അടക്കം ഈ പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ചെറുക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കാറുള്ളത്. സാധാരണ നിലയിൽ അമേരിക്കയിൽ 3 ഘട്ടങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ സേനകളെ വിന്യസിക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിൽ മാത്രമാണ്. അതിലേറ്റവും ഒന്നാമതായി പറയേണ്ടത് അമേരിക്കയ്ക്ക് നേരെ മറ്റ് രാജ്യങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ യുദ്ധമോ നടത്തുമ്പോഴാണ് സേനയെ വിന്യസിക്കാറുള്ളത്. മറ്റൊന്ന് വലിയ തോതിലുള്ള കലാപം രാജ്യത്ത് ഉണ്ടാകുന്ന ഘട്ടത്തിൽ സേനയെ വിന്യസിക്കാറുണ്ട്. അതുമല്ല എങ്കിൽ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഏതെങ്കിലും പ്രതിഷേധങ്ങളെ ചെറുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാൽ ഈ ഭരണകൂടങ്ങൾ സേനയുടെ സഹായം വേണം എന്ന് ആവശ്യപ്പെടുകയും അതുപ്രകാരം പ്രസിഡന്റ് സേനയെ വിന്യസിക്കാറുമുണ്ട്. എന്നാൽ ഇവിടെ ഉണ്ടായിട്ടുള്ള വിമർശനം എന്നത് ഈ കാലിഫോർണിയയിലും ലോസ് ഏഞ്ചൽസിലും ചെറിയ പ്രതിഷേധങ്ങൾ ആണ് ഡൊണാൾഡ് ട്രംപിന് നേരെ ഉണ്ടായത്. ആ പ്രതിഷേധത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് സേനയെ വിന്യസിച്ചു, നാഷണൽ ഗാർഡുകളെ വിന്യസിച്ചു എന്നുള്ളതാണ് വലിയ തോതിൽ വിമർശനത്തിന് വഴിവെച്ചിട്ടുള്ളത്. ഇപ്പോഴും അത് തുടരുകയും ചെയ്യുന്നു. ഇവിടെ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പ്രാദേശിക ഭരണകൂടങ്ങൾ ഈ പ്രതിഷേധങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ചെറുക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഗാർഡുകളെ അടക്കം വിനിയോഗിച്ചത് എന്നുമാണ്. പക്ഷേ ഗവർണർമാർ ഈ ആരോപണത്തെ തള്ളുകയാണ്. അതായത് തങ്ങൾക്ക് നിയന്ത്രിക്കാമായിരുന്ന ഒരു പ്രതിഷേധത്തെ ആണ് ഒരു പ്രക്ഷോഭം എന്ന നിലയിലേക്ക് ആളിപ്പടരുന്ന സാഹചര്യം ഡൊണാൾഡ് ട്രംപ് സൃഷ്ടിച്ചെടുക്കുന്നു എന്ന വലിയ വിമർശനം ആണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി അറിയേണ്ടത്, അതായത് അമേരിക്കയിൽ ഇൻസറക്ഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം നിലവിൽ ഉണ്ട്. അതായത് സൈന്യത്തിന് നേരിട്ട് ക്രമസമാധാന ചുമതല ഏറ്റെടുക്കാവുന്ന ഇൻസറക്ഷൻ ആക്ട് പ്രാബല്യത്തിൽ വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെ ഒരു ആക്ട് ട്രംപ് പ്രാബല്യത്തിൽ വരുത്തുകയാണ് എങ്കിൽ ഈ ക്രമസമാധാന ചുമതല അവിടുത്തെ സൈന്യം നേരിട്ട് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് അന്താരാഷ്ട്ര തലത്തിലും അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്കുള്ളിലും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ, രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്ക് വരെ വഴിവെച്ചേക്കാം എന്ന വിലയിരുത്തലുകൾ ആണ് ഇപ്പോഴുള്ളത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇത് മനഃപൂർവമായ ഒരു പ്രതിഷേധം സൃഷ്ടിച്ചെടുക്കലാണ്, അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തെ ബോധപൂർവമായി ആളിക്കത്തിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന വിമർശനവും ഉയരുന്നുണ്ട്. അതിന് കാരണം നമുക്കറിയാം, ട്രംപും ഇലോൺ മസ്കും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയാണ്. നേരത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഈ അഭിപ്രായ ഭിന്നതയ്ക്ക് വലിയ തോതിൽ വാർത്താ പ്രാധാന്യം നൽകിയിരുന്നു. ആ വാർത്താ പ്രാധാന്യത്തിൽ നിന്ന് വഴിമാറ്റുന്നതിനു വേണ്ടി ട്രംപ് നടത്തുന്ന തന്ത്രപരമായൊരു നീക്കം ആണ് ഈ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തൽ എന്ന തരത്തിലുമുള്ള റിപ്പോർട്ടുകൾ ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അമേരിക്ക ഇപ്പോൾ പ്രധാനമായും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായും ഉന്നയിക്കുന്നത് ഇതെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ മുഖം കൂടുതൽ വികൃതമാക്കുന്നു എന്നുള്ള വിമർശനമാണ്. ആര്യ, തീർച്ചയായും KP അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മൾ സ്പെഷ്യൽ ഡേ സെഗ്മെന്റാണ് നോക്കാൻ പോകുന്നത്. ആരൊക്കെയാണ് സ്പെഷ്യൽ ഡേയിൽ അവരുടെ സ്പെഷ്യൽ ഡേ ആഘോഷമാക്കാൻ ന്യൂസ് 18നോടൊപ്പം ചേരുന്നത് എന്ന് നോക്കാം. കൊല്ലം കടയ്ക്കൽ സ്വദേശിയായ അശ്വിനിയുടെ ജന്മദിനമാണിന്ന്. ആശംസകളുമായി ഭർത്താവ് നിതിനാണ് ചേരുന്നത്. അപ്പോൾ അശ്വിനിക്ക് നിതിന്റെ മാത്രമല്ല ന്യൂസ് 18 കുടുംബത്തിന്റെയും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ. ആലപ്പുഴ പള്ളാത്തുരുത്തി സ്വദേശി റോസമ്മ ഔസേഫിന്റെ ജന്മദിനമാണിന്ന്. ഞങ്ങളുടെ സഹപ്രവർത്തകൻ സീനിയർ ഗ്രാഫിക് ഡിസൈനർ റോബിൻ ഔസേഫിന്റെ അമ്മയാണ്. അപ്പോൾ റോസമ്മയ്ക്ക് ആന്റിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് ന്യൂസ് 18 കുടുംബത്തിന്റെ. വെരി ഹാപ്പി ബർത്ത്ഡേ. സിനിമ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ വിഷ്ണു എസ് രാജന്റെ ജന്മദിനമായിരുന്നു. ആശംസകൾ അറിയിക്കുന്നത് വിഷ്ണുവിന്റെ സുഹൃത്തുക്കളാണ്. ഒപ്പം ന്യൂസ് 18ന്റെയും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എ വെരി ഹാപ്പി ബർത്ത്ഡേ. രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ വാർത്തകൾ കാണാം. പോലീസ് പെട്ടി.